السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം അനുസരിക്കുന്ന വിശ്വാസികളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അവന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിന് ശേഷം കർമ്മങ്ങളിൽ നിന്നും ഏറ്റവും ആദ്യം അള്ളാഹു ചോദിക്കുന്ന കാര്യമാണ് നമസ്കാരം എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവ്വലു മാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. അടിമകളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒന്നാമതായി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ് എന്നാണ്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ, നന്നായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ, ഫഖദ് അഫ്ലഹ് വ അൻജഹ്, അവന് വിജയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അവന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായി ഉത്തരം പറയാൻ സാധ്യമായിട്ടില്ല എങ്കിൽ ഫഖദ് ഖാബ വ ഖസിർ, അവൻ അങ്ങേയറ്റം നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിജയിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധയൂന്നണം എന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ ദിനേന നിർവഹിക്കുന്ന നമസ്കാരം, ഈ നമസ്കാരം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയിട്ട് നമ്മുടെ കർമ്മങ്ങളുടെ രേഖ കയ്യിലേക്ക് നൽകുമ്പോൾ, അത് നിവർത്തി പരിശോധിക്കുമ്പോൾ, നാം കഷ്ടപ്പെട്ട് നമസ്കരിച്ച നമസ്കാരത്തിന്റെ പരിപൂർണമായ പ്രതിഫലം നമുക്കതിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ അങ്ങേയറ്റം നഷ്ടക്കാരായി പോകും. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ നന്നാക്കി ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് നിരന്തരം നമസ്കരിക്കുന്ന 2ാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന നമസ്കാരം വീണ്ടും ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ നിരന്തരമായി നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് പഠിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏറ്റവും പ്രധാന നമസ്കാരമാണ് എന്നതാണ്. വിശ്വാസം കഴിഞ്ഞാൽ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവന് ഒഴിവാക്കാൻ യാതൊരു കാരണവുമില്ലാത്ത പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി ആദ്യത്തെ ദിവസം നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. 2ാമത്തെ മാസം 2ാമത്തെ ക്ലാസ്സിൽ വുദൂഇന്റെ പ്രാധാന്യവും അതിന്റെ പരിപൂർണമായ രൂപവുമാണ് നമ്മൾ പഠിപ്പിച്ചത്. കഴിഞ്ഞ മാസം നമ്മൾ നമസ്കാരത്തിന്റെ പ്രാഥമികമായ ചില അടിസ്ഥാനങ്ങൾ, നമസ്കാരം ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത്, നമസ്കാരത്തിന്റെ ഷർത്തുകൾ, നമസ്കാരത്തിൽ അനിവാര്യവും ചെയ്യേണ്ട 14 റുക്നുകൾ, നമസ്കാരത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട 8 വാജിബുകൾ, അതേപോലെ തന്നെ നമസ്കാരത്തിൽ വിശ്വാസി പ്രവർത്തിക്കേണ്ട സുന്നത്തായ പ്രവർത്തനങ്ങളും നമസ്കാരം ബാത്തിലാകുന്ന മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന്റെ രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ മാസത്തോടു കൂടി അവസാനിക്കണം എന്ന ഒരു ധാരണയായതിനാൽ അല്പം വേഗത്തിലായിരുന്നു ക്ലാസ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇജ്ജാതി പോക്ക് പോയാൽ കാര്യമില്ല. അതുകൊണ്ട് ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റുക്നുകളും വാജിബുകളൊക്കെ ഇവിടെ ആവർത്തിക്കപ്പെടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നമ്മളത് വിശദീകരിക്കുമ്പോൾ രൂപത്തിലേക്ക് പോകുമ്പോൾ ഇത് ആവർത്തിച്ചു വരുമെന്നുള്ളത് കൊണ്ട് അല്പം വേഗതയിൽ പോയത്. ഏതായാലും നമസ്കാര രൂപത്തിലേക്ക് വരികയാണ്. നമസ്കാരിക്കാൻ ഒരാൾ കൈകെട്ടുന്ന സന്ദർഭം മുതൽ സലാം വീട്ടും വരെയുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നമ്മുടെ കർമ്മങ്ങളും അതിൽ ചില ആളുകൾക്ക് അശ്രദ്ധ വന്നു പോകുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഊന്നി പറയുക. അതിനിടയിൽ നമസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്,
അതേപോലെ തന്നെ ചില നമ്മൾ വിശദീകരിച്ച ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അത്ര വിശദീകരിച്ച് പോവുകയില്ല. ഇൻഷാ അള്ളാഹ് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും പ്രിന്റഡ് നോട്ടല്ല ഉള്ളത്. ഈ ക്ലാസ്സിന് ശേഷം ഇൻഷാ അള്ളാഹ് വിശദമായി തയ്യാറാക്കിയ ഇതിന്റെ ഒരു PDF, പരിപൂർണമായി നമസ്കാരത്തിന്റെ രൂപം, അതിന്റെ ഷർത്തുകളും ഒക്കെ വിശദീകരിക്കുന്ന PDF ഇൻഷാ അള്ളാഹ് ഗ്രൂപ്പിലൂടെ കൈമാറും. അതിൽ വിശദമായി ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനകളൊക്കെ അതിലുണ്ടാകും. അത് നിങ്ങൾ സമയമെടുത്ത് പഠിക്കണമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ശരി, നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമസ്കരിക്കുന്നതിന് മുമ്പിൽ സുത്തറ ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമസ്കരിക്കുന്നതിന് മുമ്പിൽ മറ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് നമസ്കരിക്കുന്നതിന് മുമ്പിൽ മറ ഉണ്ടാകണമെന്ന്. ഇതിന്റെ ഹുക്കുമിലേക്ക് വരുമ്പോൾ പണ്ഡിതന്മാർ സുന്നത്തിലാണ് ഈ മറയുടെ വിഷയം എണ്ണിയിട്ടുള്ളത്. ഹംബലി മദ്ഹബിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധ്യമാകും. എന്നാൽ ഹദീസിന്റെ ബലാബലം പരിശോധിച്ച് നോക്കുമ്പോൾ മറയില്ലാതെ നമ്മൾ നമസ്കരിക്കരുത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മറ എവിടെയായിരിക്കണം, എപ്രകാരമായിരിക്കണം എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചിരുന്നു. ഒരാൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും മറയിലേക്ക് പരമാവധി ശരി, നമസ്കരിക്കുന്നതിന് മുമ്പിൽ മറ നിർബന്ധമാണ്. നമസ്കരിക്കുന്നവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നിൽക്കുന്ന സ്ഥലവും അവന്റെ മറയും തമ്മിൽ പരമാവധി 3 മുഴമാണ് അകലമുണ്ടാകേണ്ടത്. അതാണ് കണക്ക്. ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എന്റെ കാലിൽ നിന്ന് എന്റെ മുമ്പിലുള്ള മറയിലേക്ക് പരമാവധി 3 മുഴമാണ് നീളം ഉണ്ടാകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിന്റെ സ്ഥാനവും മറയിലേക്ക് ഏറ്റവും അടുപ്പിക്കുമായിരുന്നുവെന്നാണ്. അപ്പൊ മാക്സിമം നമുക്കുണ്ടാകാവുന്ന ദൂരമാണ് 3 മുഴം. അതുകൊണ്ട് തന്നെ ഒരാൾ മറയില്ലാതെ നമസ്കരിക്കുന്നുവെങ്കിൽ അവന്റെ മുമ്പിലൂടെ ഒരാൾക്ക് നടക്കണമെങ്കിൽ 3 മുഴം ദൂരത്തിന്റെ അപ്പുറത്തുകൂടി മാത്രം നടക്കാൻ പാടും. അതാണ് മറയുടെ കണക്കായിട്ട് ഹദീസിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ മറ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധ ബുദ്ധിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മറ എപ്രകാരമായിരിക്കണം? 1 മുഴം നീളമാണ് മറക്കുണ്ടായിരിക്കേണ്ടത്. 1 മുഴം നീളം. നമ്മുടെ പള്ളി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള സാധനം ഇപ്പോൾ പല പള്ളികളിലും കാണാൻ കഴിയും, മറയായിട്ട് വെക്കുന്ന സംഗതികൾ. അല്ലെങ്കിൽ നമുക്ക് കസേര ഒരു മറയാക്കാം, അല്ലെങ്കിൽ പള്ളിയുടെ തൂണുകൾ മറയാക്കാം, പള്ളിയുടെ ചുമര് മറയാക്കാം, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് മുമ്പിൽ മറയാക്കി ഇരുത്തിച്ച് നമുക്ക് നമസ്കരിക്കാം. ഇതൊക്കെ രോധനയാണ്. 1 മുഴം ഹൈറ്റുള്ള സാധനം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന പായ, നമസ്കരിക്കുമ്പോഴുള്ള മുസല്ലയുടെ ആ ഒരു അറ്റം, അതൊരിക്കലും മറയായിട്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് ഹൈറ്റ് ഇല്ലാത്തതാണ്, അതൊരു വര മാത്രമാണ്. ഈ വരയെ പറയുന്നത് ഒരാൾ മറയില്ലാതെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ മുസല്ലയുടെ വരക്ക് അപ്പുറത്തുകൂടി ഒരാൾക്ക് നടക്കൽ അനുവദനീയമാണ് എന്നതിന് മാത്രമാണ് ആ വര ആളുകൾ പറയാറുള്ളത്. ഒരിക്കലും വരയെ നമ്മൾ മറയായി സ്വീകരിക്കരുത്. പായയുടെ വീട്ടിൽ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ വിരിക്കുന്ന മുസല്ലയുടെ അറ്റമല്ല മറ. നമ്മൾ വിരിക്കുന്ന മുസല്ല ഹൈറ്റുള്ള ഒരു മറയിലേക്ക് ചേർത്തായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവിടെ മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ മറയായ ഒരു കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്തിന്റെയും മറയുടെയും ഇടയിൽ കൂടി ഒരാളെയും നടന്നു പോകാൻ സമ്മതിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും നടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ അവനെ തടയണം. അവൻ നിങ്ങളോട് വീണ്ടും അതിനു വേണ്ടി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരുമായി മൽപ്പിടുത്തം നടത്താമെന്നാണ്. ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. അല്പം ബലത്തിൽ നിങ്ങൾ തടയണമെന്നാണ്. ഈ മറയുടെ മുമ്പിലൂടെ ഒരാൾ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നവനെ തടയുന്ന സന്ദർഭത്തിൽ ഈ തടയലിന്റെ ഊക്കുകൊണ്ട് അയാളുടെ മർമ്മത്തിൽ തട്ടിയിട്ട് ഈ വ്യക്തി മരണപ്പെട്ടു പോയാൽ പോലും ഇസ്ലാമിക കോടതിയിൽ ശിക്ഷല്ല. ഇസ്ലാമിക ശിക്ഷല്ല. അത്ര ഗൗരവമുള്ള വിഷയം. ഇസ്ലാമിക കോടതിയിൽ മനഃപൂർവ്വം വന്നാൽ വധശിക്ഷയാണ്. മനഃപൂർവ്വമല്ലാതെ അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയാൽ അതിന് ബ്ലഡ് മണി കൊടുക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ കുടുംബക്കാരവന് മാപ്പ് കൊടുക്കണം. ഇവിടെ നമസ്കരിക്കുന്നവനെ മുമ്പിലൂടെ നടന്നു പോകുന്നവനെ തടയവേ ആ തടയലിന്റെ ഊക്കുകൊണ്ട് ഈ വ്യക്തി മരണപ്പെട്ടു പോയാൽ അവന് വിചാരണയും ശിക്ഷയുമില്ല എന്നാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് ഗൗരവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകർ ഫൈന്നഹു ശൈത്താൻ, നിങ്ങളുടെ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു പോകാൻ ശ്രമിക്കുന്നവൻ അവൻ ശൈത്താനാണെന്ന് പറഞ്ഞത്. അവൻ തന്നെ ശൈത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ തടയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗൗരവമാണ് ആ വിഷയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, അയാളുടെ മുമ്പിൽ നമ്മൾ നടക്കാൻ പാടില്ല.
ഈ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിന് മുമ്പിലാണ് മറ വേണ്ടത്. മഅ്മൂമിന് മുമ്പിൽ മറയുടെ ആവശ്യമില്ല. ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ മറ വേണം, ജമാഅത്ത് നമസ്കരിക്കുന്ന ഇമാമിന് മുമ്പിൽ മറ വേണം. എന്നാൽ മഅ്മൂമിന് മുമ്പിൽ മറയുടെ ആവശ്യമില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കെ മഅ്മൂമിന് മുമ്പിൽ ഒരാൾക്ക് നടന്നു പോകാൻ അനുവദനീയമാണ്. ഒരാൾ തടയേണ്ടതില്ല, നടന്നു പോകുമ്പോൾ തടയേണ്ടതില്ല. ഇപ്പോ ചില ആളുകളൊക്കെ നമസ്കരിക്കാൻ പള്ളിയൊക്കെ പിന്നെ ഫുള്ളായിട്ട് അവസാനം പിന്നിലത്തെ സഫിൽ ചുമരിനോട് ചേർന്ന സ്ഥലമായിരിക്കും. അപ്പോൾ നിസ്കരിക്കുന്നവന്റെ അപ്പുറത്ത് സഫിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ചില ആളുകളൊക്കെ ഇവർ സുജൂദിൽ പോകുമ്പോഴേ കാത്തുക്കും. സുജൂദിലേക്ക് പോലെ പിന്നിലൂടെ നടന്നു പോകാൻ സ്ഥലം കിട്ടാൻ വേണ്ടി അതിന്റെ ആവശ്യമില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഈ നമസ്കരിക്കുന്നതിന് മുമ്പിലൂടെ പോയിട്ട് അപ്പുറത്തെ സഫിൽ നിൽക്കാം. ഇത് അനുവദനീയമാണ്. ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവന്റെ വുളു നഷ്ടപ്പെട്ടാൽ അവൻ എന്താ ചെയ്യുക? അവൻ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുക സഫിൽ ആളുകളുടെ ഇടയിലൂടെ. അപ്പോൾ മഅ്മൂമിന്റെ മുമ്പിൽ മറ ആവശ്യമില്ല, അത് നിർബന്ധമല്ല. മഅ്മൂമിന് മുമ്പിലല്ലേ, ഇമാമിന്റെ മുമ്പിലാണ് മറ. മഅ്മൂമിന്റെ മറ ഇമാമാണ്. ഇമാമിന്റെ മുമ്പിലൂടെ ആരെയും നടന്നു പോകാൻ സമ്മതിക്കാൻ പാടില്ല. മഅ്മൂമാണെങ്കിൽ അവർക്ക് അതിന് മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ തടയേണ്ടതില്ല എന്നതാണ്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഓടിക്കളിക്കും പള്ളിയിൽ നിന്നൊക്കെ, അവരെ തടയേണ്ട ആവശ്യമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം സഹാബികൾ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇടയിലൂടെ നടന്നിരുന്നു എന്നാണ്. ആരും തടഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. എന്നാൽ നമസ്കരിച്ച് കഴിഞ്ഞു, ഒരാൾ വൈകി നമസ്കരിക്കാനെത്തി, പിന്നീട് നമസ്കാരം പൂർത്തിയാക്കുന്ന വ്യക്തിയുടെ നമസ്കാരം ഒറ്റക്കുള്ള നമസ്കാരമാണ്. അവിടെ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് ഭയങ്കര തിരക്കാണ്. കുറച്ച് ആൾക്കാർക്ക് ദിക്ർ ചൊല്ലാൻ സമയമില്ല, പ്രാർത്ഥനയ്ക്ക് സമയമില്ല, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടലാണ്. അപ്പൊ ബാക്കിൽ ചില ആൾക്കാർ നിസ്കരിക്കേണ്ടാവും, ഒരു മടിയുമില്ലാതെ ഇവരുടെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ആളുകളെ കാണാം. അതിഗുരുതരമായ വിഷയമാണത്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ഞാൻ പറഞ്ഞു. അത്രയും ഗൗരവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവന്റെ മുമ്പിലൂടെ നിങ്ങൾ നടക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം 40 നിൽക്കലാണ് എന്നത്. ഹദീസ് സഹാബി റസൂൽ 40 ദിവസമാണോ 40 മാസമാണോ 40 കൊല്ലമാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഉറപ്പില്ല. ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകന്റെ ഉദ്ദേശം 40 കൊല്ലമായിരുന്നു എന്നാണ്. 40 കൊല്ലം അവിടെ അനങ്ങോടെ നിൽക്കുന്നതാണ് നമസ്കരിക്കുന്നതിന് മുമ്പിൽ നടക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ അത്ര ഗൗരവമുള്ള വിഷയത്തിൽ അപ്പൊ അത് നിസ്സാരമായ വിഷയമല്ല. ഈ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര തിരക്കുണ്ടെങ്കിൽ നിസ്കരിച്ച് ഇരിക്കുന്ന ആൾക്കാർ അവരുടെ മുമ്പിലൂടെ നടന്നു പോയിട്ട് അപ്പുറത്തേ പോകാം. നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരിക്കലും നടന്നു പോകാൻ പാടില്ല. ഇനി നമുക്ക് നടന്നു പോകാൻ സ്ഥലമില്ലെങ്കിൽ പിന്നിലൂടെ നമസ്കാരം കഴിയും വരെ നമ്മൾ കാത്തു നിൽക്കണം. അതുകൊണ്ട് നമസ്കരിക്കുന്നതിന് മുമ്പിൽ മറ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ വിഷയം, ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ സഫിന്റെ പൂർത്തീകരണം അനിവാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫുകൾ നേരെയാക്കുക. ഫഇന്ന തസ്ഫിയത സുഫൂഫി മിൻ തമാമി സ്വലാ. ഒരു റിവായത്തിൽ നമസ്കാരത്തിന്റെ പൂർണ്ണത സഫിന്റെ പരിപൂർണതയിലാണ്. മറ്റൊരു റിവായത്തിൽ മിൻ ഇഖാമത്തി സ്വലാ, നമസ്കാരത്തിന്റെ നിലനിൽപ്പ് തന്നെ സഫിന്റെ പൂർത്തീകരണത്തിലാണ്. സഫ് ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുകയില്ല. പ്രവാചകനെ പഠിച്ചു, നിങ്ങൾ മലക്കുകൾ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് സഫ് നിന്നൂടെയോ? അപ്പൊ സഹാബിച്ച് എങ്ങനെ സ്ഥലം മലക്ക് സഫ് നിൽക്കല്? അവർ അണിയണിയായി കാലുകൾ ചേർത്ത് തോളുകൾ ചേർത്ത് അവർ നിൽക്കും. അതുപോലെ നിൽക്കണം എന്നാണ്. രണ്ടാളുകൾക്കിടയിൽ അവരുടെ കാലുകൾക്കിടയിൽ അകലമുണ്ടാകുവാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ സഫുകൾക്കിടയിൽ അകലമുണ്ടാക്കിയാൽ അവിടെ പിശാച് കയറി നിൽക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും എന്ന് അതിഗൗരവത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ വല്ലാത്തൊന്നും ഒരു ഇറിറ്റേഷനാണ്. കാല് ചേർത്തി വെക്കുമ്പോൾ അത് സമ്മതിക്കൂല, എന്തോ ഭയങ്കര വെറുപ്പുള്ള വിഷയമാണ്. ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? പണ്ഡിതനെന്നോ പാമരനെന്നോ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ നമസ്കരിക്കുമ്പോൾ പരസ്പരം കാലുകൾ ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർത്ത് വെച്ച് നിസ്കരിക്കൽ, അത് ഇസ്ലാമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു രാജ്യത്തിന്റെ രാജാവ് പള്ളിയിൽ നമസ്കരിക്കാൻ എത്തിയാൽ പിന്നിലെ സ്വപ്പിലാണെങ്കിൽ മുന്നിലുള്ളവന്റെ കാലിന്റെ ചുവട്ടിലാണ് പോയി സുജൂദ് ചെയ്യുന്നത്. ഇത് വേറെ ഏത് മതത്തിൽ കാണാൻ കഴിയും? ഇത്രയും മനുഷ്യർക്കിടയിൽ സാഹോദര്യത്തിന്റെയും മാനുഷിക ബന്ധത്തിന്റെയും വില പഠിപ്പിച്ച ഇസ്ലാം ആ നമസ്കരിക്കുന്ന ആളുകൾക്ക് കാലുകൾ ചേർത്ത് വെക്കാൻ മടി ഒരിക്കലും നമുക്കുണ്ടാകുവാൻ പാടില്ല. പൈശാചികമായ ചിന്തയുള്ള അല്ലെങ്കിൽ മനസ്സിൽ ചൊറിച്ചിലുള്ള ആളുകൾ, തന്റെ സഹോദരനോട് വെറുപ്പുണ്ടാകുന്ന, തന്റെ സഹോദരനെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾക്കാണ് ഈ കാലടിപ്പിച്ചു വെക്കാൻ വല്ല മടിയുണ്ടാകുക. ഒന്നുമില്ലാതെ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് കാലുകൾ ചേർത്തിയ സഫുകൾ ശരിയാക്കാൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാർ ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം.
സാധാരണ പള്ളികളിലൊക്കെ ഈ സ്ത്രീകളുടെ ഭാഗത്ത് സ്വഫുകൾ വളരെ ഗ്യാപ്പിട്ട് ആൾക്കാർ കാലുകൾ അവർ കാണാത്തത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വിട്ടുവിട്ടാണ് നിൽക്കുക. ഈ 10 ആൾക്ക് നിൽക്കേണ്ട സ്വഫില് ഒരു ഒന്നാം സ്വഫിൽ 6 ആളൊക്കെയാണ് നിൽക്കുക. എന്തിനാണ് അവരുടെ കൂലി നഷ്ടപ്പെടുത്തുന്നത്? പുരുഷന്മാരുടെ വിഭിന്നമല്ല. ചില പള്ളികളിലൊക്കെ പോയാൽ എന്തൊരു സങ്കടമാണെന്നറിയോ, ഒരു 16 ആൾക്ക് നിൽക്കാൻ പറ്റിയ സ്വഫിൽ 8 ആൾ ഉണ്ടാകുക. ഓരോരുത്തരുടെ ഇടയിലും ഒരാൾക്ക് നിൽക്കേണ്ട ഗ്യാപ്പ് ഉണ്ടാവും. അതൊന്ന് ചേർത്തി വെക്ക്. സ്വഫുമായി ബന്ധപ്പെട്ട് എത്ര കൂലി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഫ് ശരിയാക്കിപ്പിക്കുന്നവന് കൂലിയുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 2 ആളെ ചേർന്ന് നിൽക്ക് എന്ന് പറയുന്നതിന് പോലും കൂലിയുണ്ട്. ഓരോന്നിനും പ്രവാചകൻ കൂലി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വഫിന്റെ പൂർത്തീകരണം നമ്മുടെ നമസ്കാരത്തിന്റെ പരിപൂർണതക്കും അതിന്റെ ശരിയായ കൂലി കിട്ടാനും ഒക്കെ കാരണമാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും കാലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ആ ഗ്യാപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ നമസ്കാരത്തിന്റെ തന്നെ പരിപൂർണതക്ക് തടസ്സമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലുകൾ ഈ കാണുന്നത് പോലെ ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം. ഒരു ഗ്യാപ്പില്ലാതെ, പരസ്പരം ഗ്യാപ്പില്ലാതെ ചേർത്തി വെക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ പരസ്പരം ഗ്യാപ്പുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ് ഈ ചിത്രത്തിൽ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അഥവാ കാലുകൾ എങ്ങനെ വെക്കണം. ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴാകട്ടെ ജമാഅത്തായി നമസ്കരിക്കുമ്പോഴാകട്ടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാലുകളുടെ വിരലുകൾ ഖിബിലക്ക് നേരെയാണ് ഉണ്ടാകേണ്ടത്. കാലുകളുടെ വിരലുകൾ ഖിബിലക്ക് നേരെ, ചെരിച്ചല്ല കാല് വെക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നത് ചെരിച്ചല്ല കാലുകൾ വെക്കേണ്ടത്. കാലുകൾ ഖിബിലക്ക് നേരെയായിട്ടാണ് വെക്കേണ്ടത്. നമ്മളുടെ കാലിന്റെ വിരലുകൾ ഖിബിലക്ക് നേരെയാകുന്നുണ്ടോ എന്നതാണ് പരിഗണനീയം. അതല്ലാതെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചത് 2 ആളുകളുടെ കാലുകൾ ചേർത്തി വെക്കുമ്പോൾ ഈ കാലിന്റെ സൈഡ് ഭാഗം പരിപൂർണമായും ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊള്ളണമെന്നില്ല. ചില ആളുകളുടെ കാല് നേരെയായിരിക്കും ഈ ഭാഗം, ചില ആളുകളുടെ കാലിൽ ഈ ഭാഗം വെച്ച് ചെരിഞ്ഞിട്ടുണ്ടാകുക. അവന്റെ കാല് വിരലുകൾ ഖിബിലക്ക് നേരെയാക്കി വെച്ചാൽ ഈ ചെരിവ് അവിടെ ബാക്കിയുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ചെരിവിലേക്ക് നമ്മുടെ കാല് ഇങ്ങോട്ട് കൊണ്ടേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കാല് ചെരിഞ്ഞു നിൽക്കും. നമ്മുടെ കാല് വിരലുകൾ ഖിബിലക്ക് നേരെയാകുമ്പോൾ അത് 2 ആളുകളുടെ ഖിബിലക്ക് നേരെയാവുക, എന്നിട്ട് പരസ്പരം ഗ്യാപ്പില്ലാതെ മുട്ടുന്ന ഭാഗം ചേർത്തു. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചേർത്തി വെക്കണമെന്ന് നിർബന്ധമുള്ള വിഷയമല്ല. 2 ആളുകളുടെ കാലും അതിന് സാധ്യമാകാൻ നേരെയുള്ള രൂപത്തിലുള്ള കാലുകളാണെങ്കിൽ പരന്ന കാലം അങ്ങനെയാകും. ഇത് ഗ്യാപ്പ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കാല് വിരലുകൾ ഖിബിലക്ക് നേരെയാകുന്ന രൂപത്തിൽ ചരിയാതെ ഖിബിലക്ക് നേരെയായി പരസ്പരം ചേർത്താണ് കാലുകൾ വെക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ശ്രദ്ധിക്കേണ്ട ഈ കാര്യം, മടമ്പുകളാണ് നേരെയാകേണ്ടത്. മടമ്പുകൾ മുന്നോട്ട് പിന്നോട്ട് ആകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സ്വഫ് നിൽക്കുമ്പോൾ. ഓക്കെ, കാലിന്റെ ഈ മടമ്പുകൾ നേരെയാക്കിയിട്ട് നിൽക്കുമ്പോൾ സ്വഫ് റെഡിയാകും. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് നേരെയാവുക. കാലിന്റെ വിരലുകൾ നമ്മൾ നേരെയാക്കാൻ നിന്നാൽ അതൊരിക്കലും ആ സ്വഫ് നേരെയാവില്ല. അത് ഏറ്റക്കുറച്ചിലുകൾ അതിലുണ്ടാകും. അപ്പൊ മടമ്പുകൾ നേരെയാക്കിയിട്ട്, അതിനൊക്കെ നമ്മുടെ പള്ളികളിൽ ഇപ്പൊ വലിയ സൗകര്യങ്ങളുണ്ട്. എല്ലാ പള്ളിയിലും മാറ്റോ അതല്ലെങ്കിൽ പായോ ഒക്കെ ഉണ്ട്. അതിന്റെ പായയുടെ വരമ്പിലേക്ക് നമ്മുടെ മടമ്പുകൾ നേരെയാക്കിയിട്ട് സ്വഫ് ക്രമീകരിച്ചാൽ അത് വളരെ കറക്റ്റ് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ചില ഉദാഹരണങ്ങളാണ്, ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ രൂപത്തിലാണ് നമ്മൾ സ്വഫ് നിൽക്കേണ്ടത്. അത് ശ്രദ്ധിച്ചു ചെയ്യേണ്ട വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, നമ്മൾ റുക്കനുകൾ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത്. നിന്നാണ് നമസ്കരിക്കേണ്ടത്. ആ നിൽക്കുമ്പോൾ നിൽക്കേണ്ട രൂപമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ആദ്യത്തെ പ്രവർത്തനമാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അഥവാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആരംഭിക്കൽ. ഈ തക്ബീറത്തുൽ ഇഹ്റാം ആരംഭിക്കുമ്പോൾ നമ്മൾ കൈകൾ ഉയർത്തൽ സുന്നത്താണ്. അത് നമസ്കാരത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. നമസ്കാരത്തിൽ 4 സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തേണ്ടത്. 4 സന്ദർഭങ്ങളിൽ. 1 തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരം ആരംഭിക്കുമ്പോൾ, 2 റുക്കൂഇലേക്ക് പോകുമ്പോൾ, 3 റുക്കൂഇൽ നിന്നും ഉയരുമ്പോൾ, 4-മത്തേത് 1-ാമത്തെ തശഹുദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. അഥവാ സുബ്ഹല്ലാത്ത മറ്റു നമസ്കാരങ്ങൾ, മഗ്രിബും ഇശാവും ളുഹറും അസ്റും 2 അത്തഹിയ്യാത്തുള്ള നമസ്കാരമാണ്. അതിൽ 1-ാമത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് ഉയരുമ്പോൾ അഥവാ 3-ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴാണ് കൈ ഉയർത്തുന്നത്. ഈ 4 സന്ദർഭങ്ങളിൽ മാത്രമേ കൈ ഉയർത്തേണ്ടതുള്ളൂ. ചില ആളുകളൊക്കെ ഓരോ റക്അത്തിലേക്ക് കഴിഞ്ഞെണീക്കുമ്പോഴും കൈകൾ ഒന്നിച്ച് കിട്ടുന്നത് കാണാം. അതിന്റെ ആവശ്യമില്ല. 1-ാമത്തെ തശഹുദ് എഴുന്നേൽക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അവിടെ കൈകൾ ഉയർത്തേണ്ടതുള്ളൂ. നിസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തേണ്ടതില്ല. അപ്പൊ 4 സന്ദർഭങ്ങൾ: തക്ബീറത്തുൽ ഇഹ്റാം,
റുക്കുവിലേക്ക് പോകുമ്പോൾ, റുക്കുവിൽ നിന്നും ഉയരുമ്പോൾ, അതേപോലെ തന്നെ ഒന്നാമത്തെ തശഹുദിൽ നിന്നും ഉയരും. ഈ 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് കൈകൾ ഉയർത്തേണ്ടത്. ഈ 4 സന്ദർഭങ്ങളിലും കൈകൾ ഉയർത്തുമ്പോൾ അതിന്റെ രൂപമാണ് ഇനി പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ, പ്രവാചകന്റെ നമസ്കാരം കാണാം, പ്രവാചകൻ റഫയദിഹി 2 കൈകൾ ഉയർത്തും, ഹദ്വ മൻകിബൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡർ വരെ എന്നാണ്. ചില റിവായത്തിൽ പ്രവാചകൻ ഉദ്നൈഹി, തന്റെ ചെവി അറ്റം വരെ കൈകൾ ഉയർത്തുക, ഒന്നുകിൽ ഷോൾഡർ വരെ അല്ലെങ്കിൽ ചെവിയുടെ ഈ താഴെ കുറ്റിയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇതിനിടയിൽ എവിടെയും ഉയർത്താം, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എന്നല്ല. ഏറ്റവും കുറഞ്ഞ പരിധിയാണ് ഈ ഷോൾഡറിന്റെ നേരെ, കൂടിയ പരിധിയാണ് ചെവിയുടെ താഴെ. ഇതിന് മുകളിലേക്കും കൈകൾ ഉയരാൻ പാടില്ല, ഇതിന്റെ താഴേക്കും കൈകൾ താഴ്ത്താൻ പാടില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ ഇത്രേ പോകുള്ളൂ. വേറെ ചില ആളുകൾ കൈകൾ ഉയർത്തിയിട്ടൊക്കെ വളരെ ഹൈറ്റിൽ ഉയർത്തിയിട്ടൊക്കെ കെട്ടാറുണ്ട്. അപ്പൊ അത് ഉയർത്തേണ്ട പരിധിയാണ് ഇത്ര. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കൈകൾ എങ്ങനെ പിടിക്കും എന്നുള്ളത്. കൈകൾ പരിപൂർണമായി കൂട്ടി പിടിക്കാൻ പാടില്ല, കൈകൾ പരിപൂർണമായി വിടർത്തിയും പിടിക്കാൻ പാടില്ല, ഇങ്ങനെയും ചേർത്ത് പിടിക്കാൻ പാടില്ല. നോർമൽ നമ്മളുടെ കൈകൾ ലൂസാക്കി വിട്ടാൽ എങ്ങനെ ഉണ്ടാകുമോ അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വമാക്കണ്ട, പരിപൂർണ്ണം ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ വേണ്ട, നോർമലി കൈകൾ ലൂസാക്കി വിട്ടാൽ എങ്ങനെ അത്രയാണ്. എന്നിട്ട് ഈ കൈയുടെ പള്ള ഭാഗം ഖിബലക്ക് നേരെയാകണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുക, മനസ്സിലുണ്ടല്ലോ. ഇതാണ് കൈകൾ ഉയർത്തേണ്ട രൂപം. ചില ആളുകളൊക്കെ, ചിലതല്ല കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഇങ്ങനെയാണ് കൈകെട്ടുക, ചെരിച്ചിട്ട് ചെവിക്ക് മുട്ടിച്ചിട്ട് കൈകെട്ടുന്ന ആൾക്കാരുണ്ട്. അതല്ല കൈ ഉയർത്തേണ്ട രൂപം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമസ്കാരത്തിന്റെ പരിപൂർണമായ രൂപത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ പറഞ്ഞു, നിസ്കരിക്കുന്നവർക്ക് പരിപൂർണമായ കൂലി കിട്ടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് 10-1, 9-1, 8-1 കിട്ടുന്ന ആൾക്കാരെ മാറുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 10-10 ആണ്. ആ 10-10 കിട്ടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൈകൾ ഈ രൂപത്തിലാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഒന്നുകിൽ ഷോൾഡർ വരെ പോകാം, അല്ലെങ്കിൽ ചെവി വരെ പോകാം. ഇതൊക്കെ നമസ്കരിച്ച് ശീലിച്ചാൽ കറക്റ്റാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾക്ക് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കൈകൾ ഉയർത്തലൊക്കെ. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എങ്ങനെ ഒരു ഔങ്ങിയ കെട്ടലാണ് കെട്ടുക. നമസ്കാരത്തിൽ വലിയൊരു ശ്രദ്ധ ഇല്ലാത്ത രൂപത്തിലേക്കാണ് നമസ്കാരം പോവുക. റുക്വിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൈ ഉയർത്തും, ചിലപ്പോൾ ഉയർത്തൂല, ഒരു കണക്കൊന്നും ഉണ്ടാവൂല. അങ്ങനെയല്ല, നമസ്കാരത്തിന് പരിപൂർണമായി നിങ്ങൾ നോക്കൂ, ഈ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്നത്, കാലുകൾ വെക്കുന്നത്, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ എൻ്റെ കൈ നേരെയാണോ, കാല് നേരെയാണോ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമസ്കാരത്തിൽ ഭയഭക്തി കിട്ടും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാത്തത് എന്തിനാണത്? നമുക്ക് ബിസിനസ് ഓർമ്മ വരും, അടുപ്പത്ത് വെച്ച കറി ഓർമ്മ വരും, മക്കളുടെ വിഷയം ഓർമ്മ വരും, ഇതൊക്കെ ഓർമ്മ വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മൾ സ്വിച്ച് ഇട്ടാൽ മോട്ടോർ ഓണാകുന്നത് പോലെ ഒരു യാന്ത്രികമായ നമസ്കാരമാണ് പലപ്പോഴും ഉള്ളത്. അത് ഒഴിവായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും പരിപൂർണമാണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അപ്പോൾ കൈകൾ ഉയർത്തേണ്ടത് ഈ രൂപത്തിൽ ചിത്രത്തിൽ കാണിച്ചത് പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില തെറ്റായ രൂപങ്ങൾ ചില ആളുകളൊക്കെ ഉയർത്തുന്ന ചില തെറ്റായ രൂപങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ശരി പഠിച്ചു വെച്ചാൽ മാത്രം മതി, തെറ്റ് കുറെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, ഇത് ഇങ്ങനെ മറ്റാൾ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് മറ്റോൻ ഇങ്ങനെ തന്നെ എപ്പോഴും കിട്ടല്, അതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ എങ്ങനെ കൈകൾ ഉയർത്താറുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏത് രൂപത്തിലാണ് നിലവിൽ ഉയർത്തുന്നതെങ്കിലും ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ രൂപത്തിൽ ഖിബലക്ക് നേരെയായി ഷോൾഡർ വരെ അല്ലെങ്കിൽ ചെവി വരെ മാത്രം ഉയർത്തിയിട്ടായിരിക്കണം നമ്മൾ കൈ ഉയർത്തേണ്ടത്. പിന്നെ നമ്മൾ കൈകൾ നേരെ കെട്ടലാണ്, കൈകൾ കെട്ടലാണ്. ആ കൈകൾ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞുകൊണ്ട് കൈകൾ കെട്ടുന്ന ആ പ്രവൃത്തി, അത് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ നിന്നിട്ട് തന്നെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടി അവർക്ക് വേണ്ടി പറയുകയാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, നിൽക്കാൻ പരിപൂർണമായി നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ. അവർക്ക് നമസ്കാരത്തിന്റെ ആരംഭം അഥവാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുന്ന തക്ബീറത്തുൽ ഇഹ്റാം അത് നിന്നുകൊണ്ട് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് തന്നെ നിർവഹിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിയിട്ട് അവർ പിന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവർക്ക് അങ്ങനെ സാധ്യമായിട്ടും അവർ ഇരുന്നാണ് നമസ്കരിച്ചതെങ്കിൽ നമസ്കാരം ശരിയാവൂല. കാരണം കഴിവുള്ളവൻ നിൽക്കൽ അത് നിസ്കാരത്തിന്റെ റുക്കിനിൽ പെട്ടതാണ്. അപ്പൊ നടന്ന് വന്നിട്ട് പള്ളിയിൽ കസേര നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് നിസ്കരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അവർ കൈകൾ കെട്ടാതെ നിന്നിട്ടാണ്, എന്നിട്ട് ഇരുന്നാൽ മതി.
അതല്ലെങ്കിൽ സാധ്യമാകുന്ന അത്രയും സമയം അവർ നിൽക്കണം, എന്നിട്ട് അവർക്ക് ഇരിക്കാം. ഏതായാലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ ഒരാൾക്ക് നിന്നിട്ട് ചൊല്ലാൻ കഴിവുണ്ടെങ്കിൽ അവൻ നിന്ന് ചൊല്ലിയെങ്കിൽ മാത്രമേ അവന്റെ നമസ്കാരം ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം കൈകൾ കെട്ടേണ്ടത് എവിടെ, എങ്ങനെ എന്നാണ് അടുത്ത ചർച്ച. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ എവിടെ കൈകെട്ടി എന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾക്കെല്ലാം ദുർബലതയുണ്ട്, പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും സ്വഹീഹിന്റെ ദറജയിലേക്ക് എത്തുന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചത്ത് കൈവച്ചു എന്നതാണ്. ഒരാൾ വന്നിട്ട് നമ്മൾ പറയാണ് നെഞ്ചത്ത് കൈവെക്കുന്ന ഹദീസ് ളഈഫാണ്, അതുകൊണ്ട് നെഞ്ചത്തല്ല കേട്ടോ വയറ്റത്താണെന്ന് ഒരാൾ പറഞ്ഞാൽ ശരിയാണ്, നെഞ്ചത്ത് കേട്ടത് ഹദീസ് ളഈഫാണ്. വയറ്റത്തെ കെട്ടലും ളഈഫാണ്, വയറ്റിന്റെ പള്ളക്ക് താഴെ പൊക്കളുടെ താഴെ കെട്ടലും ളഈഫാണ്. നമസ്കാരത്തിൽ എവിടെ കൈകൾ കെട്ടുന്നു എന്ന വിഷയത്തിൽ എല്ലാ ഹദീസും ളഈഫാണ്. എന്നാൽ ഹദീസിന്റെ ആധിക്യവും ആ ഹദീസിന്റെ ദുർബലകളുടെ കാരണങ്ങളൊക്കെ പരിശോധിച്ച് ഹസനിന്റെ ദറജയിലേക്ക് എങ്കിലും എത്തുന്ന ഹദീസാണ് പ്രവാചകൻ നെഞ്ചത്ത് കെട്ടി എന്നുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച സഹാബികളിൽ നിന്നും വിഷയങ്ങൾ പഠിപ്പിച്ച താബിഈകളായ പണ്ഡിതന്മാർ പലരും കൈകൾ നെഞ്ചത്ത് കെട്ടി എന്ന് സ്വഹീഹായ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കെട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? കൈകൾ നെഞ്ചത്ത് കെട്ടലാണ്. അതിന് വെറുതെ ഫിത്തന ഉണ്ടാക്കേണ്ട ആവശ്യമോ കുഴപ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരാൾ കൈകൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൈകൾ കെട്ടുക എന്ന നിസ്കാരത്തിന്റെ സുന്നത്താണ്. ഒരാൾ വയറ്റത്ത് കെട്ടിയാലും വയറ്റിന്റെ താഴെ കെട്ടിയാലും കൈ കെട്ടാറ് നിസ്കരിച്ചാലും നിസ്കാരം എന്താണ്? നിസ്കാരം ശരിയാണ്, നിസ്കാരം ശരിയാണ്. അതുകൊണ്ട് വയറ്റത്തെ കൈ കെട്ടുന്നതിന്റെ ബാക്കിൽ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവും. അതൊന്നും നിസ്കാരത്തെ ബാധിക്കുന്ന, സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ കെട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രബലമായത് എന്താണ്? നെഞ്ചത്തെ കെട്ടലാണ്. ഇതൊരു തർക്കത്തിന് പോകേണ്ട വിഷയമല്ല. ഹദീസുകളുടെ ബലാബലം പരിശോധിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാകും. എന്നാൽ എങ്ങനെ കൈകൾ വെക്കണം എന്ന വിഷയത്തിൽ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ വെച്ചത് 3 രൂപത്തിലാണ് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ചിത്രം ക്ലിയർ ഉണ്ടോ? ഒന്ന്, വലത് കൈ ഇടത് കൈയിന്റെ ഈ പുറം ഭാഗത്ത് ഇങ്ങനെ വെക്കലാണ്, കൈയുടെ പുറത്ത് കൈ വെക്കുക. ഇതാണ് ഒന്നാമത്തെ രൂപം, ഇങ്ങനെ വെക്കുക. ഓക്കെ. രണ്ടാമത്തെ രൂപം, ഈ കൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ മണിബന്ധം പിടിക്കലാണ്, പിടിക്കൽ. ഇപ്പൊ പിടിക്കുകയാണെങ്കിൽ പിടിക്കേണ്ടത് എന്താണ്? മണിബന്ധമാണ്. മൂന്നാമത്തെ രൂപം, വലത് കൈയിന്റെ മണിബന്ധം ഇടത് കൈയിന്റെ മണിബന്ധത്തിന് നേരെ മുകളിൽ വരുന്ന രൂപത്തിൽ കൈകൾ വെക്കലാണ്. ഇതാണ് 3 രൂപം. ചില ആളുകൾ ഇവിടെ എങ്ങനെ പിടിക്കും, ചില ആളുകൾ ഇവിടെ എങ്ങനെ പിടിക്കും. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ കെട്ടുന്ന ആൾക്കാർ, കൈ ഇങ്ങനെ ഈ വിരലുകൾ ക്ലോസ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വകവെക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവൻ ഡേഞ്ചറാണ്, അപായ സൂചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കാറുണ്ട് ചില വിവരമില്ലാത്ത ആളുകൾ. അത് അവരുടെ വിവരക്കേടാണ്, അത് പോട്ടെ. ഏതായാലും അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. കെട്ടുകയാണെങ്കിൽ 3 രൂപത്തിലാണ്. ഒന്നുകിൽ ഇങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ ഈ വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മണിബന്ധം പിടിക്കാം, അല്ലെങ്കിൽ മണിബന്ധങ്ങൾ പരസ്പരം ചേർത്ത് വെക്കാം. ഇതല്ലാത്ത ബാക്കി രൂപങ്ങളെല്ലാം തെറ്റാണ്. അപ്പൊ തെറ്റായത് ഇങ്ങനെ കെട്ടാൻ പറ്റുമോ, ഇങ്ങനെ ആക്കാൻ പറ്റുമോ, ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. ശരി 3 പഠിച്ചു വെച്ചാൽ മതി. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അങ്ങനെ ആക്കാൻ പറ്റും, ഇങ്ങനെ ആക്കാൻ പറ്റും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ശരിയായ രൂപം ഈ 3 രൂപമാണ്. മറ്റു രൂപങ്ങളെല്ലാം തെറ്റാണ്. ഇനി തെറ്റായ രൂപത്തിലാണ് കൈ കെട്ടിയാലും നിസ്കാരം ശരിയാവും. ഇതിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു പോകണമെന്ന് അറിയോ? പഠിച്ചവൻ എന്റെ കഴിഞ്ഞ നിസ്കാരമൊക്കെ പോയോ എന്ന് ബേജാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കൈ കെട്ടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അപ്പൊ 3 രൂപങ്ങളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ആ 3-ാമത്തെ രൂപത്തിൽ നമ്മൾക്ക് കൈകൾ കെട്ടാം. ബാക്കിയുള്ള രൂപങ്ങളെല്ലാം തെറ്റാണ്. അതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല. ശരി, അതിനുശേഷം നമ്മൾ കൈകെട്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണ്? പ്രാരംഭ പ്രാർത്ഥന അഥവാ ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്നാണ് പറയാം. നമ്മൾ സാധാരണ ചൊല്ലല് വജ്ജത്തു അല്ലേ? ഭൂരിഭാഗം ആൾക്കാർ അതിന്റെ ആൾക്കാർ വജ്ജത്തിന് ആൾക്കാർ കഴിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണത്. ആ വജ്ജത്ത് തന്നെ നമ്മൾ എടുത്തവരെ ചൊല്ലും. വഅന മിനൽ മുസ്ലിമീൻ ഇവരല്ലേ? അതിൽ കൂടുതൽ ചൊല്ലുന്ന ഇവിടെ ആരുണ്ടോ? ശരി, ഞാൻ പ്രാർത്ഥന കാണിച്ചു തരാം. ഇതാണ് വജ്ജത്ത് കേട്ടോ, ഇതാണ് വജ്ജത്ത്. ഇതിൽ വഅന മിനൽ മുസ്ലിമീൻ എന്നുള്ളത് അതിന്റെ 3-ാമത്തെ വരിയുടെ തുടക്കത്തിലെ കഷ്ണാണ്.
ബാക്കി അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത അൻത റബ്ബി വഅന അബ്ദുക എന്ന് തുടങ്ങുന്ന വിശാലമായ പ്രാർത്ഥന പിന്നെയും 5 വരി ആ പ്രാർത്ഥന ഉണ്ട്. അപ്പൊ നമ്മൾ ചൊല്ലണത് അതിന്റെ 1/3 പോലും ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഫുള്ള് പഠിക്കാൻ ശ്രമിക്കണം. നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ് അത്. ഈ വജ്ജഹത്ത് മാത്രം ശരിക്ക് അതിന്റെ അർത്ഥവും അതിന്റെ അർത്ഥതലവും നമുക്കൊരു ക്ലാസ് വിശദീകരിക്കാൻ മാത്രമുണ്ട്. സമയമില്ലാതെ അതിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ അർത്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നല്ല അർത്ഥമാണ്. ബാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി വായനമെന്ന് മുസ്ലിമിന് വരെ ചൊല്ലിയാൽ നിസ്കാരം ശരിയാവും കേട്ടോ. കാരണം ദുആഉൽ ഇസ്തിഫ്താഹ് നിസ്കാരത്തിന്റെ സുന്നത്തിലെ പെട്ടതാണ്. നമ്മൾ പറഞ്ഞ സുന്നത്ത് എന്താണ് സുന്നത്ത്? എങ്ങനെ നമസ്കാരം സുന്നത്ത് എന്താണ്? ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാലും മറന്നുകൊണ്ട് ഒഴിവാക്കിയാലും നിസ്കാരത്തെ ബാധിക്കണില്ല. സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പൊ പകുതി ചൊല്ലിയാൽ നിസ്കാരം ശരിയാകും. ചൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പരിപൂർണമായിട്ട് പഠിച്ച് ചൊല്ലിയാണ് വേണ്ടത്. മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ബഅഇദ് ബൈനി എന്ന പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദ് നമസ്കാരങ്ങളിൽ ഈ പ്രാർത്ഥന അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു പ്രാർത്ഥനയാണ് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക അസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇത് വേറെ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. കുറേ ദിക്റുകൾ പ്രവാചകൻ പഠിപ്പിച്ചു. അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? ചൊല്ലുക. ഇത് ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ മെച്ചെന്താ വെച്ചാൽ, ഈ നിസ്കരിക്കാൻ ലേറ്റ് ആയിട്ടൊക്കെ ഇമാമിന്റെ കൂടെ എത്തുന്ന ആൾക്കാർ പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് നേരെ ഫാത്തിയിലേക്ക് കയറും. കാരണം മജ്ജത്ത് ഫുള്ള് ചൊല്ലാൻ സമയമില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ ഇത് പഠിച്ചു വെച്ചാൽ, ഇത് ചെറിയ ക്യാപ്സ്യൂളാണ്, അത് പഠിച്ചു വെച്ചാൽ മതിയാകും. ശരി, ഞാൻ വിശദീകരിക്കണില്ല. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് അയച്ചു തരും. ഈ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. ഇത് വേറെ പ്രാർത്ഥനയാണ്. ഇത് നല്ല അർത്ഥതലങ്ങളുള്ള പ്രാർത്ഥനയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന രാത്രി നമസ്കാരങ്ങളിലായിരുന്നു ചൊല്ലാറുണ്ടായിരുന്നത്. രാത്രി നമസ്കാരങ്ങൾ, വിത്തറിൽ അല്ലെങ്കിൽ തഹജ്ജുദിൽ ഒക്കെയാണ് പ്രവാചകൻ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രാരംഭ പ്രാർത്ഥനകളാണ്. അതിലേതും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഓക്കെ, ശരി. അതിനുശേഷം നിർബന്ധമായും ചെയ്യേണ്ട പ്രവർത്തനമാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത്. ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കനാണ്. ഒറ്റക്ക് നമസ്കരിക്കുന്നവരും ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമും ഫാത്തിഹ ഓതണം എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ചൊല്ലണം. പ്രവാചകൻ പഠിപ്പിച്ചു, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമല്ല. ഏതെങ്കിലും ഒരു റക്അത്തിൽ ഒരാൾ ഫാത്തിഹ ഓതാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമസ്കാരത്തിൽ ആ റക്അത്ത് കടക്ക് കൂട്ടില്ല. ഇവിടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, അവൻ എന്ത് ചെയ്യണം? ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. എന്നിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യണം. അപ്പോൾ നിസ്കാരം ശരിയാവുന്നു. എന്നാൽ മഅ്മൂമായി നിൽക്കുന്ന ആളുകൾ നമസ്കാരത്തിന്റെ ജമാഅത്തായുള്ള നമസ്കാരങ്ങളിൽ, ഇമാമ് ഉറക്കി ഓടുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂമ് ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതർ രണ്ടഭിപ്രായങ്ങളുണ്ട്. രണ്ടഭിപ്രായത്തിനും ഹദീസിൽ തെളിവുമുണ്ട്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം ഇമാമ് ഉറക്കി ഓടുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഓതേണ്ടതില്ല, മഅ്മൂം കേട്ടാ മതി, അവന്റെ നമസ്കാരം ശരിയാകും. എന്നാൽ പതുക്കി ഓടുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഓതണം എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഇമാം ആകട്ടെ മഅ്മൂം ആകട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാകട്ടെ അവരൊക്കെ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. കാരണം ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കിനാണ്. റുക്കിന് നഷ്ടപ്പെടുത്താൻ ഒരു ന്യായവും ഇല്ല എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ടഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. നമുക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യരുത്? അഭിപ്രായം എടുക്കരുത്. അതും ശരിയാണ്, ഇതും ശരിയാണ്, അപ്പൊ ഏതെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്നല്ല. നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഒരു തുമഇനത്ത് കിട്ടുന്ന അഭിപ്രായം ഏതാണോ നമുക്ക് എടുക്കാം. ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്തെ അഭിപ്രായങ്ങൾ റസൂലിന്റെ ഹദീസ് തെളിവാകുന്ന നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾക്ക് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന നിലപാടാണ് നമ്മൾക്ക്. അതാ നമുക്ക് റാഹത്ത് കിട്ടുന്നത്. നമ്മുടെ അഭിപ്രായം അതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജമാഅത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമ്മുടെ റക്അത്ത് കണക്ക് കൂട്ടൂല. പറയുന്ന മനസ്സിലാണ്ടോ? രണ്ടഭിപ്രായങ്ങൾ ഉണ്ട്. ഇതൊരിക്കലും തർക്കത്തിന് വെക്കേണ്ടതല്ല. വിശാലമായ അഭിപ്രായം നമുക്ക് റാഹത്തിനാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ വിഷയം ഒന്ന് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നുണ്ട്. അഥവാ ഈ സാധാരണ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകളൊക്കെ സാധാരണ അതിലെ പണ്ഡിതന്മാർ സാധാരണക്കാരെ ഈ പറ്റിക്കാറുള്ള ഒരു വിഷയമാണെന്ത്? നിസ്കാരത്തിൽ ബിസ്മി മുക്കുന്ന ആൾക്കാരാണ് മുജാഹിദുകൾ.
കാരണം ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ആദ്യം ഓതുക, ഒരു ബിസ്മി ഓതലില്ല. അപ്പൊ നമ്മൾ മറുപടി പറയാറുണ്ട്. നമ്മളെന്താ പറയാ? നമ്മൾ ബിസ്മി മാത്രമല്ല ഔദും കൂടി ഓതലുണ്ടെന്നാണ്. പ്രവാചകൻ സ്വന്തം ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും അതേപോലെ ഞാൻ പ്രവാചകന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നമസ്കാരത്തിൽ ഉറക്കെ ഓതിയിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയിരുന്നു എന്നാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓതാറുണ്ടായിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണെന്ന് ഹദീസ് മറ്റൊരു ഹദീസും വന്നിട്ടുണ്ട്. അതിനർത്ഥം റസൂൽ ഫാത്തിഹയിൽ ബിസ്മി ഔദും ഓതാറില്ല എന്നല്ല, ഔദും ബിസ്മി ഓതിയിട്ട് അൽഹംദുലില്ലാഹ് ഉറക്കെ ഓതാറുണ്ടായിരുന്നതാണ്. അപ്പൊ അത് പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമ് അൽഹംദു മുതലാണ് ഓതേണ്ടത് എന്ന് കരുതിയവൻ ഔദും ബിസ്മി ഓതേണ്ടതില്ല എന്നല്ല അതിനർത്ഥം. ഫാത്തിഹയുടെ തുടക്കത്തിൽ ഔദ് ഓതണം, പിന്നെ ബിസ്മി ഓതണം, പിന്നെ ഫാത്തിഹ ഓതണം. എന്നാൽ അതിനുശേഷമുള്ള ഖുർആൻ പാരായണത്തിൽ നമ്മൾ ഔദ് ഓതേണ്ടതില്ല, ബിസ്മി ഓതിയാൽ മതി. കാരണം നമസ്കാരത്തിലല്ല, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ തുടക്കത്തിലാണ് എന്ത് വേണ്ടത്? ഔദ്. ഫൈദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ ശരണം തേടുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പാരായണത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ നമസ്കാരത്തിൽ പാരായണം ആരംഭിക്കുന്നത് ഫാത്തിഹയിലാണ്, സൂറത്ത് അതിനെ തുടർച്ചയാണ്. അതുകൊണ്ട് ബിസ്മി ഓതിയാൽ മതി. ഫാത്തിഹ കഴിഞ്ഞ് വീണ്ടും ഔദ് ഓതേണ്ടതില്ല. പിന്നെ ഓതുകയാണെങ്കിൽ ഒരു സൂറത്ത് ഫുൾ ഓതലാണ് ഏറ്റവും അഫ്ദല്. പിന്നെ എന്നാൽ പകുതി മുറിച്ച് ഓതൽ അനുവദനീയമാണ്. അതുമായി ബന്ധപ്പെട്ട ചില മസലകളാണ്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാധാരണ നമസ്കാരത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള ചില ഭാഗങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞു പോകാം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് നിസ്കരിക്കുന്ന പ്രശ്നം എന്താ അറിയാമോ? ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും കൈകെട്ടിയ ഫാത്തിഹ കഴിഞ്ഞപ്പോൾ എന്തോർമ്മ വരിക? കുലല്ലാതെ വരിക. അത് സുബി ആകട്ടെ, ളുഹറാകട്ടെ, മഗ്‌രിബ് ഇശ ആകട്ടെ, കൈകെട്ടിയ ഫാത്തിഹ കഴിഞ്ഞൊരു കുലല്ലാതെ, പിന്നെ കുലതർബിൽ ഫലക്കാണ്, പിന്നെ ഇന്നായത്തനാക്കിയാണ്, അലംതറയാണ്. അവസാനത്തെ 10 സൂറത്തിന്റെ അലംതറിന് കീപ്പട്ടേ ഓതുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അറിയത്തുണ്ട്, അത് ഓതൂല്ല, കുറച്ച് ബെൽറ്റാണല്ലോ. അപ്പൊ ഇതല്ല നമസ്കാരത്തിൽ, സുബഹി നമസ്കാരത്തിൽ പ്രവാചകൻ തിവാലുൽ മുഫസ്സൽ ഓതാറുണ്ടായിരുന്നു. അഥവാ സൂറത്തു ഖാഫ് മുതൽ മുർസലാത്ത് അഥവാ അമ്മ യതസാഅലുടെ തൊട്ട് മുമ്പത്തെ സൂറത്ത്, ഈ ഭാഗത്തിൽ ഏതെങ്കിലും ഒരു സൂറത്താണ് സുബഹിക്ക് ഓതേണ്ടത്. ളുഹർ, അസർ, ഇശാ നമസ്കാരങ്ങളിൽ ഔസാത്തുൽ മുഫസ്സൽ അഥവാ സൂറത്തു നബഅ മുതൽ അമ്മ യതസാഅലു മുതൽ വല്ലൈലി ഇദാ യഗ്ശ അഥവാ വശംസി വളഹാഹ, അതിന് തൊട്ട് ശേഷം വല്ലൈലി വരെയുള്ള സൂറത്തുകൾ. ഇതാണ് ളുഹർ, അസർ, ഇശാ നമസ്കാരത്തിൽ പ്രവാചകൻ ഓതാറുണ്ടായിരുന്നത്. മഗ്‌രിബ് നമസ്കാരത്തിലാണെന്ത്? വല്ലൈലി മുതൽ ഇങ്ങോട്ട് സൂറത്ത് ളുഹ മുതൽ സൂറത്ത് നാസ് വരെ, അത് മഗ്‌രിബ് നമസ്കാരത്തിലാണ് ഓതൽ സുന്നത്തുള്ളത്. നമുക്ക് എല്ലാ നിസ്കാരത്തിലും ളുഹൻ്റെതായിട്ടുള്ളതേ വരാറുള്ളൂ, വേറൊന്നും വരാറില്ല. അപ്പൊ ഇത് പ്രത്യേകം സുന്നത്താണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വിഭിന്നമായ ഓതിയിട്ടുമുണ്ട്. പ്രവാചകൻ ഒരിക്കൽ മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് തൂർ വത്തൂരി വകിതാബിൻ മസ്തൂർ എന്ന തിവാലിൽ മുഫസ്സിൽപ്പെട്ട സൂറത്ത് ഓതി നിസ്കരിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബഹി നമസ്കാരത്തിൽ അലം തറ കൈഫയും ലീലാത്ത് ഖുറൈശും സൂറത്തുകൾ 4 റക്അത്തും 2 റക്അത്തും ഓതി ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെയും മോദിയിട്ടുണ്ട്, കാരണങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നാൽ എപ്പോഴും ഈ അവസാനത്തെ സൂറത്ത് മുതൽ മാത്രം പിടിക്കണ സിസ്റ്റം ഒഴിവാക്കണം. സൂറത്ത് അള്ളാന്റെ ഖുർആൻ അല്ലാഹ് ഇറക്കി എന്തിനാണ്? അത് ഓതാനാണ്. ആ ഓത്ത് നിസ്കാരത്തിലുണ്ട്. അപ്പൊ നമ്മൾ ധാരാളമായി ഹിഫ്ളാക്കുക, എന്നിട്ട് നമസ്കാരത്തിൽ ഓതാൻ ശ്രദ്ധിക്കുക. ശരി, പിന്നെ നമ്മൾ നേരെ റുക്വയിലേക്കാണ് പോകുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തിയിട്ടാണ് നമ്മൾ റുക്വയിലേക്ക് പോകുന്നത്. റുക്വ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ: ഒന്ന്, നമ്മുടെ മുതുകും തലയും നേരെയാകണം. രണ്ടാമത്തേത്, ഈ മുതുകും തലയും നേരെയാണെന്ന് പറഞ്ഞ ഇതാണ്, ഈ രൂപത്തിൽ നേരെ. ചില ആളുകൾക്കൊക്കെ ഈ പിന്നെ ഫിസിക്കലി അവരുടെ പിന്നെ നട്ടലിന് കുറച്ച് വളവുണ്ടാകും. അതെന്ത് ചെയ്യാൻ പറ്റൂല, അത് അടിച്ചു നിവർത്താൻ പറ്റൂല, അത് പൊട്ടിപ്പോകും. അപ്പൊ അത് തലയും മുതുകും നേരെയാകുക എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് സാധ്യമാകുന്ന അത്രയും മുതുക് നിവർത്തിയിട്ട് തലയും അതിന് നേരെയാക്കണതിന്റെ ഉദ്ദേശം.
അതല്ലാതെ ഈ കാണുന്ന കോലത്തിലൊക്കെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലുണ്ട്, റുക്കുവിൽ പോകുന്നുണ്ട്. ഓവറായിട്ട് താണു നിൽക്കുന്ന ആൾക്കാർ, തല മാത്രം ചെരിക്കുന്ന ആൾക്കാർ, പിന്നെ എന്തോ മടിയുള്ള പോലെ പൊങ്ങി നിൽക്കുന്ന ആൾക്കാർ, ഇതൊക്കെ തെറ്റാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഇളവാട്ടോ. ഊര ഞെട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഊര ലെവലാക്കാൻ വേണ്ടി പിന്നെ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആകരുത്. അതല്ലാത്ത ആളുകളൊക്കെ ഈ രൂപത്തിലാണ് റുക്കൂ ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, റുക്കൂയിൽ 2 കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ പിടിക്കുകയാണ് വേണ്ടത്. 2 കൈകൾ കൊണ്ട് കൈവിരലുകൾ വിടർത്തി കാൽമുട്ടുകൾ പിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ വിരലുകൾ വിടർത്തിയാണ് വെക്കേണ്ടത്. കാലിൽ വെറുതെ വെച്ചാൽ പോരാ, കാൽമുട്ട് പിടിക്കണം. തൊടയിലല്ല കൈ വെക്കേണ്ടത്, കാലിന്റെ മുട്ടുകളിലാണ്. കാൽമുട്ടുകളിൽ വെച്ചുകൊണ്ട് പിടിക്കണം. അതല്ലാതെ ഇതൊക്കെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. കൈകൾ തൊടയിൽ വെക്കുക, അല്ലെങ്കിൽ കാലിൽ വെറുതെ വെക്കുക, കാൽമുട്ടിൽ മാത്രം വെറുതെ വെക്കുക, അതൊക്കെ ശരിയല്ലാത്ത രൂപങ്ങളാണ്. കൈകൾ കൊണ്ട് കാൽമുട്ട് പിടിക്കുകയാണ് ശരിയായ രൂപം. അപ്പോൾ റുക്കൂയിൽ ഷോൾഡർ നമ്മുടെ പുറവും തലവും നേരെയാകണം. കൈകൾ മുട്ടുകൾ കൊണ്ട് കാലുമുട്ടുകൾ കൈകൾ കൊണ്ട് പിടിക്കണം. എന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന ദിക്ർ, അതാണ് ഏറ്റവും ചെറിയ ദിക്ർ. ആ ദിക്ർ 1 വട്ടം ചൊല്ലലാണ് വാജിബ്. ഇത് 1 വട്ടം ചൊല്ലാനുള്ള സമയം അത്രയും റുക്കൂയിൽ ഉണ്ടെങ്കിലും റുക്കൂ ശരിയാവുള്ളൂ. അതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്, അഥവാ അടങ്ങി ഒതുങ്ങി ചെയ്യാം. റുക്കൂയിൽ ഇത്രയും അവയവങ്ങൾ നേരെയായി, ആ നേരെയാക്കി കുനിഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് 1 വട്ടം ചൊല്ലുന്ന അത്രയും സമയം നിന്നെങ്കിലേ, അത് ചൊല്ലിയെങ്കിലേ റുക്കൂ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ റുക്കൂ ശരിയാവില്ല. സ്പീഡിലൊക്കെ നിസ്കരിച്ച് ചാടി വരുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ, പണ്ടൊക്കെ അത് കുട്ടികളെ നമ്മൾ പറയാറുള്ളത്, ഇപ്പൊ കുട്ടികളൊന്നല്ല. ചില പള്ളികളിലൊക്കെ വലിയ പ്രായമുള്ള ആൾക്കാരും അതേപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് വളരെ തിരക്കിട്ട് നിസ്കരിച്ചു പോയി. എന്ന് സുബ്ഹാനല്ലാഹ്, അവരവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർ ജോലി സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിന്നോ ഒഴിഞ്ഞ് മാറിയിട്ട് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് തിരക്കിട്ട് കൈ കെട്ടിയിട്ട് 2 മിനിറ്റ് കൊണ്ടൊക്കെ 4 റക്അത്ത് നിസ്കരിച്ച് ചാടിപ്പോണ്. ഒരിക്കൽ വരാണ്ടെന്നാ പോരെന്നാൽ നഷ്ടപ്പെടുത്തുകയാണത്. ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ നമസ്കാരം നമ്മൾ അങ്ങനെ കണ്ട് നമ്മളെ കൈക്ക് പിടിക്കണം. അവർ കുട്ടികൾ തിരക്കിട്ട് നിസ്കരിച്ച് കണ്ടിട്ട് മാറ്റി നിസ്കരിക്കാൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബി വന്ന് പള്ളിയിൽ നിസ്കരിച്ചു. അദ്ദേഹം തിരിച്ചുപോയി, നിസ്കരിച്ച് തിരിച്ചുപോയി. റസൂൽ അദ്ദേഹത്തെ വിളിച്ചു. റസൂലിനോട് സലാം പറഞ്ഞു. അദ്ദേഹം റസൂൽ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. തിരിച്ചു പോകും, മാറ്റി നിസ്കരിക്കും, നിസ്കാരം ശരിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി നിസ്കരിച്ച് തിരിച്ചു വന്നു. വീണ്ടും സലാം പറഞ്ഞു. റസൂൽ പിന്നെയും പറഞ്ഞു, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയി മാറ്റി നിസ്കരിക്കുന്നു പറഞ്ഞു. 3 വട്ടം അദ്ദേഹം മാറ്റി നിസ്കരിച്ചു. 4ാം വട്ടം റസൂൽ പോയി മാറ്റി നിസ്കരിക്കുന്നു പറഞ്ഞു. അപ്പൊ ചോദിക്കുകയാണ് സഹാബി, എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ, റസൂൽ നിങ്ങൾ പഠിപ്പിച്ചാണ്. എന്നിട്ട് പ്രവാചക നമസ്കാരത്തിൽ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും എങ്ങനെ നിസ്കരിക്കണം. അത് അടങ്ങി ഒതുങ്ങി നിസ്കരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, സഹാബിയെ 3 വട്ടം മാറ്റി നിസ്കരിപ്പിച്ചിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ശരിയായ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ തിരക്കിട്ട് നിസ്കരിച്ച് മാറ്റി നിസ്കരിക്കാൻ പറയാം. മാറ്റി നിസ്കരിച്ചിട്ട് വീണ്ടും ചെയ്യില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ പറയാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഓൻ എന്ത് ചെയ്യില്ല, തിരക്കിട്ട് നിസ്കരിക്കൂല. 3 വട്ടമൊക്കെ മാറ്റി നിസ്കരിപ്പിച്ചില്ലേ, ഒരു നിസ്കാരം തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ ശീലിപ്പിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. ആ സമയം മുതൽ തന്നെ അവരുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. ഇതൊക്കെ റുക്കൂയിൽ ചൊല്ലൽ അനുവദനീയമായ വ്യത്യസ്തങ്ങളായ ദിക്റുകളാണ്. 5ാമത്തെ ദിക്റാണിത്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശലക സംഇ വബസരി എന്ന് പറയുന്ന പ്രാർത്ഥന. ഇത് ഓരോന്നും ഞാൻ ഇങ്ങനെ കുറെ പറയുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാലേ, പ്രാരംഭ പ്രാർത്ഥന, റുക്കൂയില്, ഇഅ്തിദാലില്, സുജൂദിലൊക്കെ റസൂൽ കുറേ പ്രാർത്ഥന പഠിപ്പിച്ചത് നമുക്ക് എപ്പോഴും ഒന്നെ ചൊല്ലാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് റുക്കൂയിലേക്ക് പോയാൽ എപ്പോഴും വരും ഒന്നുകിൽ സുബ്ഹാന റബ്ബിൽ അദീം അല്ലെങ്കിൽ സുബ്ഹാനക റബ്ബിക്കല്ലാഹു മഗ്ഫിർ. വേറെ കുറെ പ്രാർത്ഥനയുടെയും കൈമാര്. ഇത് റസൂൽ എന്തിനാ പഠിപ്പിച്ചത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നമസ്കാരങ്ങളിൽ, ഓരോ റക്അത്തുകളിൽ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലണം. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. റസൂൽ പഠിപ്പിച്ച് നമുക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ്, റസൂലിന് മാത്രം ചൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ പഠിച്ച് നമ്മൾ മാറി 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 ചെയ്യുമ്പോഴാണ് നമ്മുടെ നമസ്കാരം റെഡിയാകുക. ഈ എല്ലാ നമസ്കാരത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരേ ദിക്റുകൾ ആവർത്തിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ് വരിക. നിങ്ങൾ ആലോചിക്കോളി, റുക്കൂയിലേക്ക് പോയി ഓട്ടോമാറ്റിക്കായി സുബ്ഹാന റബ്ബിൽ അദീം വരും. അത് നമ്മൾ ശ്രദ്ധ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ ഈ റുക്കൂയിൽ സുബ്ഹാന റബ്ബിൽ അദീമാണ്, അടുത്ത റുക്കൂയിൽ ഞാൻ സുബ്ഹാനക റബ്ബിക്കല്ലാഹു മഗ്ഫിർ, അടുത്ത സുബ്ഹൂൽ ഖുദ്ദൂസ്. ഇതിങ്ങനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക,
ഒന്ന് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ഓരോ റുക്കുവിലും ചൊല്ലി നോക്കൂ, പഠിച്ചിട്ട്. നമസ്കാരം തന്നെ ഭയങ്കര രസമുള്ള നമസ്കാരമായിരിക്കും. ഭയഭക്തി നമ്മൾ അറിയാതെ കിട്ടും, പരിപൂർണമായ സ്ഥലത്ത് നമ്മൾ അറിയാതെ കിട്ടും. അപ്പൊ ഈ ദിക്റുകളൊക്കെ ആവർത്തിച്ച് മാറി മാറി ചൊല്ലാവുന്നതാണ്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച് വ്യത്യസ്ത പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് അയച്ചുതരാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് കിട്ടും. അപ്പൊ നിങ്ങളത് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അതിനുശേഷം റുക്കുവിലും ഉയരലാണ്. അതിന് ഇഅ്തിദാൽ എന്നാണ് പറയുക, നേരെ നിൽക്കുക എന്നതാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് റുക്കുവിലും ഉയരുമ്പോൾ നമ്മൾ പറയേണ്ടത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ആ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തണം. നേരത്തെ പറഞ്ഞ പോലെ കൈയിലെ പള്ളഭാഗം ഖിബലക്ക് നേരെയായി ഷോൾഡർ വരെയോ അല്ലെങ്കിൽ ചെവി വരെയോ ഉയർത്തിക്കൊണ്ട് കൈകൾ പൊക്കാം. അല്ലാഹു അക്ബർ എന്നല്ല, സമിഅ അല്ലാഹു ലിമൻ ഹമിദയാണ് പറയേണ്ടത്. ഇത് നിസ്കാരത്തിന്റെ വാജിബിൽപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യണം? പിന്നെ എങ്ങനെ നിൽക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ എഴുത്താൽ കൈകൾ കെട്ടുന്ന കാണാറുണ്ട്, ചില ആളുകൾ കൈകൾ കെട്ടാറില്ല. രണ്ടും അനുവദനീയമാണ്. കൈകൾ കെട്ടലും അനുവദനീയമാണ്, കൈ താഴ്ത്തിയിടലും അനുവദനീയമാണ്. രണ്ടും ശരിയാണ്. കൈ കെട്ടലാണ് ശരി, മറ്റോ ചില തെറ്റാണ്, അല്ലെങ്കിൽ ഓൻ കൈ കെട്ടുന്ന പുതിയൊരു സംഗതി കാണുന്നു, നമുക്കിത് പരിചയമില്ലാത്താണല്ലോ എന്നൊന്നും പറഞ്ഞു. രണ്ടും ശരിയാണ്. എന്നാൽ ഈ രണ്ടാമതൊരു കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ നെഞ്ചത്ത് കെട്ടുക, അല്ലെങ്കിൽ കൈ താഴ്ത്തിയിടുക. നമ്മളെന്താ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ പിന്നെ കൈ ഇങ്ങനെ ആട്ടുക, കുപ്പായം ശരിയാക്കുക, സ്ത്രീകളാണെങ്കിൽ തട്ടം ശരിയാക്കുക, പർദ്ദ ശരിയാക്കുക, ഇതൊക്കെയാണ് എഴുത്തല്ല പണി. കൈ വെക്കൂല്ല, കൈ കെട്ടൂല്ല. ഇത് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ കൈകൾ താഴ്ത്തി നേരെ വെക്കുക, അല്ലെങ്കിൽ കൈകൾ നിവർത്തി വെക്കുക. ചില ആളുകൾ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ കൈകൾ ഇങ്ങനെ കെട്ടാറുണ്ട്, എഴുത്തുകാരിൽ മാത്രം. അത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിൽക്കേണ്ടതാണ്. നിസ്കാരത്തിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ കൈകൾ നേരെ താഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ നെഞ്ചത്ത് കെട്ടുക. ഇതാണ് ശരിയായ രൂപം. പിന്നെ റബ്ബനാ ലക്കൽ ഹംദ് എന്നോ റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്നോ അല്ലെങ്കിൽ മില്ല സമാവാതി വമിലൽ അർളി എന്നോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന എന്ത് ചെയ്യാം, ചൊല്ലാം. ഏതും അനുവദനീയമാണ്. ഏറ്റവും മിനിമം എന്ത് ചെയ്യണം? റബ്ബനാ ലക്കൽ ഹംദ് എന്നെങ്കിലും പറയണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. സമി അല്ലാഹു ലിമൻ ഹംദ് പറഞ്ഞ് ഉയർന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദ് എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. പിന്നെ നമ്മൾ നേരെ സുജൂദിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് നല്ല തർക്കമുള്ള വിഷയമാണ്. സുജൂദിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത്. എങ്ങനെ പോവാ? സുജൂദിലേക്ക് എങ്ങനെ പോവാ? കൈകളാണോ ആദ്യം കുത്തേണ്ടത്, കാലുമുട്ടാണോ കുത്തേണ്ടത്? രണ്ടും. കുറച്ചു കാലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര തർക്കം നടന്നത് ഈ വിഷയത്തില്. കാലുമുട്ട് കുത്താൻ പാടില്ല, കൈയാണ് കുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കം നടന്നിട്ടുണ്ട്. ഇത് ഹദീസിൽ ഈ ഒറ്റ ഹദീസാണ് രണ്ട് അഭിപ്രായത്തിന്റെയും തെളിവ്. നിങ്ങൾ ലാ തബ്റുഖു കമാ യബ്റുഖുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുമ്പോൾ നിങ്ങൾ മുട്ടുകുത്തരുത് എന്നാണ് ഹദീസ്. ഈ ഹദീസിന്റെ വീക്ഷണത്തിൽ ഇത് സ്വീകരിക്കുന്നതിന്റെ ആശയത്തിൽ രണ്ട് അഭിപ്രായമാണ്. ഒരു വിഭാഗം പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ കൈഫിയത്തിനെ അഥവാ രൂപത്തെയാണ്. ഒട്ടകം ആദ്യം അതിന്റെ മുൻപത്തെ കൈകളാണ് കുത്തുക, പിന്നെ ബാക്കത്താണ് കുത്തുക. അവിടെ നിങ്ങൾ അങ്ങനെ കുത്താൻ പാടില്ല. അപ്പൊ ഏതാണ് ആദ്യം കുത്തേണ്ടത്? കാലുമുട്ടാണ്. ഇതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒട്ടകത്തിന് എത്ര കയ്യാ? രണ്ടോ? ഒട്ടകത്തിന് കയ്യില്ല, ഒട്ടകം നാൽക്കാലിയാണ്. ഒട്ടകത്തിന് 4 കാലാണ്, മനുഷ്യന്മാർക്കാണ് കൈയുള്ളത്. അപ്പൊ ഒട്ടകത്തിന്റെ കാൽമുട്ടുകൾ അതിന്റെ മുൻകാലുകളിലാണ്. ഒട്ടകത്തിന് 4 കാലാണ്. അപ്പൊ ഒട്ടകം കാലുമുട്ട് കുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കാലുമുട്ട് കുത്താൻ പാടില്ല. അപ്പൊ ഏതാ കുത്തേണ്ടത്? കയ്യാ കുത്തേണ്ടത്. ഇതാണ് ചർച്ച. അപ്പൊ ഇതിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ പണ്ഡിതർ 2 ചർച്ചയാണ്. ഇത് പണ്ഡിത ലോകത്തെ ചർച്ചയാണ്. അതുകൊണ്ട് രണ്ടും ശരിയാണ്. കൈകുത്തി നമസ്കരിച്ച സുജൂദിലേക്ക് പോയാലും കാലുകുത്തിയിട്ട് പോയാലും അവന്റെ സുജൂദ് ശരിയാണ്. ഒന്നാമത്തേത് ഇങ്ങനെ കൈകൾ ആദ്യം കുത്തുകയാണ്. രണ്ടാമത്തേത് കാലുകൾ ആദ്യം കുത്തുന്ന രൂപമാണ്. ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ പറയലുണ്ട് ക്ലാസ്സിൽ, കൈ കുത്തിയാലും കുഴപ്പമില്ല, കാലുകുത്തിയാലും കുഴപ്പമില്ല, 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, കൈയും കാലും നമ്മളെ സ്വന്തമാണ്. രണ്ടാമത്തേത് പള്ളിയിലാണെങ്കിൽ ടൈൽസ് പള്ളി കമ്മിറ്റിൻ്റെതാണ്. ഇത് പറയാന്ന് വെച്ചാൽ ചില ആൾക്കാർ ഈ 2 നിലയുള്ള പള്ളിയൊക്കെ ആണെങ്കിൽ റുക്കുവിലേക്ക് ജുമക്കൊക്കെ റുക്കുവിൽ പോകുമ്പോൾ സുജൂദ് പോകുമ്പോൾ ഗുഡുഗുഡു ഗുഡുഗുഡു എന്നൊരു സൗണ്ട് ഉണ്ടാകുക. ആൾക്കാർ ഒരൊറ്റ ബുഗലാണ് അങ്ങോട്ട്, കൈയായാലും കാലായാലും. അതല്ല, ശരിയായ പതുക്കെയാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ കുംഫു കരാട്ടെ ഒന്നല്ലല്ലോ.
അള്ളാഹിന്റെ മുമ്പിൽ ഭവ്യതയോട് കൂടി ചെയ്യുന്ന പ്രവർത്തനമല്ലേ. അപ്പൊ അത് പതുക്കെ, കാലുകുത്തുകയാണെങ്കിലും കൈകുത്തുകയാണെങ്കിലും അത് പതുക്കെ ആയിരിക്കണം നിർവഹിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ ശരീരം നോവിക്കുന്ന രൂപത്തിലാകുവാൻ പാടില്ല. ഈ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഭിപ്രായമാണ് ഇവിടെ കൊടുത്തത്. ഇനി സുജൂദ്. സുജൂദ് എന്നുള്ളത് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദ്. ഒരു അടിമ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണിത്, അവൻ സുജൂദിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലെന്ത് ചെയ്യുക, ദുആ അധികരിപ്പിക്കുക. സുജൂദിൽ ധാരാളമായി പ്രാർത്ഥിക്കുക. അഥവാ കുറേ സമയം സുജൂദ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. മറ്റൊരു റിവായത്തിൽ ഫജ്തഹിദു ഫീഹി ദുആ എന്ന് കാണാം. നിങ്ങൾ ദുആന്റെ വിഷയത്തിൽ കഠിന പ്രയത്നം നടത്തുക. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, സുജൂദിൽ ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാം, എന്തും പ്രാർത്ഥിക്കാം, എത്രയും പ്രാർത്ഥിക്കാം. അതിന് ഫർദ് നമസ്കാരമെന്നോ സുന്നത്തായ നമസ്കാരമെന്നോ വ്യത്യാസമില്ല. എന്നാൽ അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത്. അറബി ഇല്ലാത്ത ഭാഷയിലും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അറബി അറിയാത്ത അല്ലെങ്കിൽ അറബിയിൽ പ്രാർത്ഥിക്കാൻ അറിയാത്ത ഒരാൾക്ക് സുജൂദിൽ ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലും നിസ്കാരം ബാത്തിലാവില്ല, അനുവദനീയമാണ്. എന്നാൽ അറബി ഭാഷ പഠിച്ച് അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥന പഠിച്ച് അറബി ഭാഷയിൽ പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുജൂദ് ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഒരിക്കലും ധൃതി കൂട്ടരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കോഴി കുത്തും പോലും എന്ത് ചെയ്യാൻ പാടില്ല, കോഴി കുത്തുന്നത് പോലെ സുജൂദ് ചെയ്യരുത്. ചില ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്, സുജൂദിലേക്ക് പോകുന്നുണ്ടാവും, എണീക്കുന്നുണ്ടാവും. റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞ പോലെയാണ്, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരിക. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ സുജൂദ്. എന്തിനാണ് ഇത്ര ധൃതി? റബ്ബിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമയമാണ് സുജൂദ്. പ്രവാചകർ ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അദും, 7 അവയവങ്ങളിൽ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അത് കൽപ്പനയാണ്. ഏതാണ് 7 അവയവങ്ങൾ? ഒന്ന് അവന്റെ 2 കൈപ്പത്തികളാണ്, അപ്പോൾ 2ആയി. രണ്ടാമത്തേത് 2 കാൽമുട്ടുകളാണ്, അപ്പോൾ 4ആയി. മൂന്നാമത്തേത് അവന്റെ 2 കാൽപാദങ്ങളാണ്, അപ്പോൾ 6ആയി. പിന്നെ പ്രവാചകൻ നെറ്റി എന്ന് പറഞ്ഞിട്ട് മൂക്കും കൂടി എന്ത് ചെയ്തു, ചൂണ്ടിക്കാണിച്ചു. നെറ്റിയും മൂക്കും, മുഖം എന്ന അർത്ഥത്തിൽ ഒരുമിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 2 കാൽപാദങ്ങൾ, 2 കാൽമുട്ടുകൾ, 2 കൈപ്പത്തികൾ, മൂക്കും നെറ്റിയും, ഇത്രയും ഭാഗം നിലത്ത് പതിഞ്ഞാലേ ഒരാളുടെ സുജൂദ് എന്ന പ്രവർത്തനം ശരിയാവും. ഇത്രയും ഭാഗം നിലത്ത് പതിഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, അതാണ് ഏറ്റവും ചുരുങ്ങിയ പ്രാർത്ഥന, അതൊരു വട്ടമെങ്കിലും ചൊല്ലാനും വേണ്ടി നിൽക്കുന്ന സമയം ഈ 7 അവയവങ്ങൾ പതിച്ച് നിന്നാലേ അവന് സുജൂദ് ശരിയാവുള്ളൂ. അല്ലാത്തവന് സുജൂദ് ശരിയാവൂല, നിസ്കാരം ശരിയാവൂല. അപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയമാണ്. ഈ നിൽക്കുമ്പോൾ ഈ മൂക്ക് മുട്ടുന്ന വിഷയത്തിൽ ചില ആളുകൾ, പിന്നെ കണ്ണട വിട്ട ആളുകളൊക്കെ പ്രത്യേകിച്ച്, അവര് ഈ കണ്ണടക്ക് സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് നിലത്ത് മുട്ടിക്കൂല. അത് ശ്രദ്ധിക്കണം, മൂക്ക് നിലത്ത് മുട്ടണം. കണ്ണടക്ക് സ്ക്രാച്ച് വന്നാലൊന്നും പടച്ചവൻ്റെ പ്രശ്നമല്ല, മൂക്ക് നിലത്ത് മുട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. കണ്ണട അയച്ചു വെച്ചിട്ട് സുഖിയതോളി തിരിച്ച് വീണ്ടെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, മൂക്കിൽ വെച്ചാൽ മതി. അപ്പൊ മൂക്കും നെറ്റിയും നിലത്ത് മുട്ടൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ കൈകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ കൈകൾ ഉയർത്തുന്നിടത്ത് പറഞ്ഞല്ലോ, അഥവാ ഒന്നുകിൽ ഷോൾഡർ വരെ അല്ലെങ്കിൽ ചെവി വരെ. ഇതാണ് സുജൂദിലും കൈകൾ വെക്കേണ്ട പരിധി. ഒന്നുകിൽ ഷോൾഡറിന് അത്രയും വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ചെവി വരെ വെക്കാം. ഇതിലിപ്പോ ഞാൻ ഈ ചെവി വരെയാണ് പോയിട്ടുള്ളത്. ഈ ചെവി വരെ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്, അതിനപ്പുറത്ത് പോകാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ തലയുടെ അപ്പുറത്തേക്ക് പോകും, ചിലവർക്ക് തൊടേണ്ട തൊട്ടിപ്പുറത്താണ് കൈവെക്കുക, ഷോൾഡർ വരെ എത്തൂല. വേറെ ചില ആളുകൾ ഈ ഇരുത്തുണ്ടല്ലോ, ഇത് നിസ്കാരത്തിൽ പ്രവാചകനെ ചെയ്യരുത്, നായ കിടക്കുന്നത് പോലെ കിടക്കരുത്, പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. കൈമുട്ട എന്ത് ചെയ്യാൻ പാടില്ല, നിലത്ത് മുട്ടാൻ പാടില്ല. സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ കൈ മുട്ടുകൾ തുടയിൽ നിന്നും അകന്നു നിൽക്കൽ അവൻ സുജൂദിൽ ചെയ്യേണ്ട വിഷയമാണ്. ഇതിൽ സ്ത്രീയും പുരുഷനും ഒഴിവില്ല, അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ചില ആളുകളൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് ആണുങ്ങളാണെങ്കിൽ കൈകൾ ഇങ്ങനെ വെക്കണം, പെണ്ണുങ്ങളാണെങ്കിൽ കൈകൾ ചേർത്ത് വെക്കണം. അങ്ങനെയില്ല. റസൂൽ ഒറ്റ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ആണുങ്ങൾ പെണ്ണിനൊക്കെ ഒരേപോലെയാണ്. എന്നാൽ
പരപുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കുന്ന സ്ത്രീകൾ അവർക്ക് എന്ത് ചെയ്യാം? കൈകൾ ചേർത്ത് വെക്കാം. അവരെന്ത് ചെയ്യണ്ട? അകറ്റി വെക്കണ്ട. കാരണം അവരുടെ ആ ഭാഗങ്ങൾ വെളിവായി കാണുന്ന സാധ്യതയുണ്ട്. പരപുരുഷന്മാർക്കിടയിൽ നമസ്കരിക്കുകയാണെങ്കിൽ കൈകൾ ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കൈമുട്ട് തുടയിൽ നിന്ന് അകറ്റിയിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഈ ഇടയിൽ അഥവാ കാൽമുട്ടിന്റെയും കൈയിന്റെയും ഇടയിൽ ഒരു ചെറിയ ആടിന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ആട്ടിൻകുട്ടി. അപ്പൊ കുറച്ച് മുമ്പോട്ടാണ് തല വെക്കേണ്ടത്, കുറച്ച് മുമ്പോട്ട്. എന്നിട്ട് കൈ ഷോൾഡർ നേരെ വെച്ച് കാലകറ്റി വെക്കുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ ആടല്ല പൂച്ചല്ല ചിലപ്പോൾ എലിക്കനെ പോകാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ കൈ വെക്കുക. കാലുമുട്ട് വെക്കും, അവിടെ തന്നെ കൈയും വെക്കും, അതിന് തൊട്ടപ്പുറത്ത് തലയും വെക്കും. അതല്ല ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ തെറ്റായ രൂപങ്ങളാണ്. പിന്നെ കൈ വെക്കേണ്ടത് കൈ വിരലുകളാണ് ഖിബലക്ക് നേരെ വരേണ്ടത്. കൈ വിരലുകൾ. നേരത്തെ കൈ പത്തിയാണ് അല്ലാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത്. ഇവിടെ അപ്പൊ കൈ ചെരിഞ്ഞല്ല ഉണ്ടാകുന്നത്, ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഖിബലക്ക് നേരെയായിട്ട് കൈ വെക്കുക, കൈ നിലത്ത് പതിച്ച് വെക്കുക, കൈമുട്ടുകൾ അകറ്റി വെക്കുക, കാലുമുട്ടുന്ന് തുടയിൽ നിന്ന് ഗ്യാപ്പ് ഉണ്ടാവുക. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ശ്രദ്ധയുടെ നിസ്കാരത്തില് എന്റെ സുജൂദിന് കൈ റെഡിയാണോ, കാൽ റെഡിയാണോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എങ്ങനെയെങ്കിലും ചെയ്തു പോകേണ്ട വിഷയമല്ല. പിന്നെ കാല് വെക്കുന്ന വിഷയത്തിലാണ് രണ്ട് അഭിപ്രായങ്ങൾ ഉള്ളത്. ഒന്ന്, കാലുകൾ ഇങ്ങനെ ചേർത്താണ് വെക്കേണ്ടത്, മടമ്പുകൾ മടമ്പിനോട് ചേർത്ത്. രണ്ടാമത്തേത് ഇങ്ങനെ. ഈ രണ്ട് അഭിപ്രായങ്ങളുമുണ്ട്. ഈ രണ്ട് രൂപത്തിൽ കാലുകൾ വെച്ചാലും സുജൂദ് ശരിയാകും. കാൽ വിരലുകൾ നിലത്ത് പതിക്കലാണെന്ത് ശ്രദ്ധിക്കേണ്ട വിഷയം. ഓക്കെ, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ രൂപത്തിൽ മടമ്പുകൾ പരസ്പരം ചേർത്ത് വെക്കാനാണ് സുന്നത്തിനോട് കൂടുതൽ യോജിച്ച രൂപം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പഠനത്തിൽ കൂടുതൽ നല്ലതായിക്കൊണ്ട് തോന്നിയത്, മനസ്സിലായത് അല്ലാഹു അലം. ഏതായാലും ഇങ്ങനെ വെച്ചാൽ നിസ്കാരം ശരിയാവും. ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട് പണ്ഡിത ലോകത്ത്. തർക്കിക്കേണ്ട വിഷയമല്ല എന്ന് സാരം. ഈ രൂപത്തിൽ കാലുകൾ ചേർത്ത് വെച്ച് സ്വഫ് നമസ്കരിക്കുമ്പോൾ വളരെ സുന്ദരമായി കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവും. പിന്നെ ഒന്നുകിൽ ഞാൻ പറഞ്ഞു കാലിങ്ങനെ അകറ്റി വെക്കുക, അല്ലെങ്കിൽ ചേർത്ത് വെക്കുക. ഇത് രണ്ടുമല്ലാത്ത രൂപത്തിൽ വെക്കരുത്. ഇതൊക്കെ ചില ആളുകളൊക്കെ ചെയ്യുന്ന ചില രൂപങ്ങളാണ്. ഈ താഴ്ഭാഗം മാത്രം മുട്ടിച്ചിട്ടുണ്ടാവും, അല്ലെ കാല് ക്രോസ് ആയിട്ട് വെക്കുക. ഇതൊന്നും ശരിയായ രൂപങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രാർത്ഥനയാണ്. പല പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ചു തരുമ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. കൂടുതൽ അത് വിശദീകരിക്കാൻ സമയമില്ല. പിന്നെ ഇടയിലെ ഇരുത്തമാണ്. സുജൂദിന്റെ ഇടയിൽ, രണ്ട് സുജൂദുകൾക്കിടയിലെയുള്ള ഇരുത്തം. ആ ഇടയിലെ ഇരുത്തം നമസ്കാരത്തിന് റുക്കനിൽ പെട്ടതാണ്. ഇവിടെ ഈ ഇരുത്തത്തിൽ രണ്ട് രൂപം അനുവദനീയമാണ്. ശ്രദ്ധിക്കുക, ഇടയിലെ ഇരുത്തത്തിൽ രണ്ട് രൂപം അനുവദനീയമാണ്. ഒന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയും. അഥവാ വലത്തേക്കാല് കുത്തിവെച്ച് ഇടത്തേക്കാല് പരത്തി വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുക, ഇടത്തേക്കാലിന്റെ മുകളിൽ ഇരിക്കുക. ഈ ഇരുത്തമാണ് ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ടത്. സുബഹി പോലെ 2 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ ഇരിക്കേണ്ടതും ഈ ഇരുത്തമാണ്. നിസ്കാരത്തിൽ ഒറ്റ അത്തഹിയ്യാത്തേ ഉള്ളുവെങ്കിൽ ഇരിക്കേണ്ട ഇരുത്തം ഏതാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്താണ്, തവറുക്കിന്റെ ഇരുത്തല്ല. ഒന്നിൽ കൂടുതൽ അത്തഹിയ്യാത്തുകൾ ഉണ്ടെങ്കിലാണ് അവസാന റക്അത്തിൽ മഗ്രിബ്, ഇശാ, ളുഹർ, അസ്ർ നമസ്കാരങ്ങളിൽ എന്ത് ചെയ്യേണ്ടത്? തവറുക്കിന്റെ ഇരുത്തമുള്ളത്. ശരി, ഇടയിലെ ഇരുത്തത്തിന് രണ്ടാമത്തെ അനുവദനീയമായ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇഖ്റാഇന്റെ ഇരുത്തമാണ്. ഈ ഇരുത്തം ഏതാണെന്ന് വെച്ചാൽ, സുജൂദിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാല് വെക്കാന്ന് പറഞ്ഞല്ലോ, മടമ്പുകൾ മുട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ കാല് വെച്ചിട്ട് നേരെ മടമ്പിന്റെ മുകളിൽ കയറിയിരിക്കുക. ആ ഇരുത്തത്തിനാണ് ഇഖ്റാഇ എന്ന് പറയുന്നത്. അതാണ് ഈ ഇരുത്തം. ഇത് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇടയിലെ ഇരുത്തത്തിൽ അനുവദനീയമായ ഇരുത്തമാണ്. ഈ ഇരുത്തം ഇവിടെ മാത്രം അനുവദനീയമുള്ളൂ. അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇടയിലെ ഇരുത്തത്തിൽ മാത്രം ഇഖ്റാഇന്റെ ഇരുത്തം അനുവദനീയമാണ്. ഇഫ്തിറാഷും ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ സ്പീഡാകുന്നുണ്ടോ? ഇല്ല, അല്പം പതുക്കെയാണ് പോകുന്നത് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ തെറ്റായ ചില രൂപങ്ങളാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. ശരിയായ രൂപം ഈ 2 മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഈ ഇടയിലെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കാം, തവറുക്ക് ഇരിക്കാൻ പാടില്ല. ഈ ചില ആളുകളൊക്കെ അപൂർവം നേരെ തിരിച്ചിട്ട് ഇടത്തേക്കാല് കുത്തി വലത്തേക്കാല് പരത്തി അയമിരിക്കുന്ന കാണലുണ്ട്. അത് കണ്ട് പഠിച്ച് മാറിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല, അല്ലാഹു അലം. പിന്നെ 2 കാലും ഇങ്ങനെ വെച്ചിട്ട് ആ കാലുമ്മ കയറിയിരിക്കുക.
ഇതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഇതിൽ 2 കാലുകൾ അകറ്റി വെച്ച് ചന്തി നേരെ നിലത്ത് വരുന്ന രൂപത്തിൽ ഇരിക്കുന്നത് വെറുക്കപ്പെട്ട ഇരുത്താണ്, കറാഹത്താണ് ഇരുത്തം. മനസ്സിലായോ? അതായത് 2 കാലുമ്പോഴുള്ള ഇരുത്തം, 2 കാല് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നടുവില് നിലത്തിരിക്കുക. ആ ഇരുത്തം കറാഹത്തായ ഇരുത്തമാണ്. അത് ഏത് ഇരുത്തത്തിലായാലും വെറുക്കപ്പെട്ട ഇരുത്തത്തിൽ പെട്ടതാണ്. പിന്നെ അവിടെ കൈകൾ വെക്കേണ്ടത് ഒന്നുകിൽ തുടയിൽ വെക്കാം, അല്ലെങ്കിൽ കാലുമുട്ടിൽ വെക്കാം. രണ്ടും അനുവദനീയമാണ്. റബ്ബി ഗഫിർലി എന്നതാണ് ഏറ്റവും ചെറിയ പ്രാർത്ഥന. അതൊരു വട്ടം ചൊല്ലലാണ് വാജിബ്. അധികരിപ്പിക്കാം. പിന്നെ റബ്ബി അല്ലാഹു ഗഫിർലി വറഹംനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കും ഒക്കെ അനുവദനീയമാണ്. ശരി, പിന്നെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കലാണ്. കൈകളിൽ ഊന്നിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത റക്അത്തിലേക്ക് എണീക്കേണ്ടത്. കൈകളിൽ ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കുക. അതല്ലാതെ കൈകളൊന്നും നിലത്ത് കുത്താണ്ട് കാലുമ്പിൽ മാത്രമുള്ള എണീക്കല് അത് ശരിയല്ല. അവസാനം എടുക്കുന്നത് കാലായാലും കുഴപ്പമില്ല, കൈകളിൽ ഊന്നിയായിരിക്കണം എണീക്കേണ്ടത്. സുജൂദിൽ കൈകളിൽ ബലം കൊടുക്കാതെ കാലിൽ മാത്രമായിക്കൂടെ ബലം കൊടുത്ത് എണീക്കുന്ന ഇരുത്തം എണീക്കുന്ന രൂപം ശരിയല്ല. അതിനിടയിൽ ഒന്നിരിക്കൽ അനുവദനീയമാണ്. ജിൽസത്തുൽ ഇസ്തിറാഹ എന്നാണ് അതിനെ പറയാ. അഥവാ 2ാം സുജൂദ് കഴിഞ്ഞ് ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാം? കൈകുത്തി എണീക്കുക. അത് അനുവദനീയമാണ്. ഇരിക്കാതെ എണീച്ചാലും കുഴപ്പമില്ല. പിന്നെ എണീക്കുമ്പോൾ കൈ പരത്തിയും വെക്കാം, കൈ ചുരുട്ടിയും. രണ്ടും ഹദീസിൽ വന്ന രൂപമാണ്. പ്രവാചകൻ 2 രൂപത്തിലും എണീച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കൈ കുത്തി എണീക്കുന്ന കണ്ടാൽ ഇതെന്തൊരു പുതിയ രീതി എന്ന് തോന്നേണ്ടതില്ല. രണ്ടും ശരിയാണ്. പിന്നെ അടുത്ത റക്അത്താണ്. പിന്നെ ആദ്യത്തെ തശഹുദിലുള്ള ഇരുത്തത്തിന്റെ രൂപം നമ്മളത് ഈ ഇടയിലെ ഇരുത്തം പറയുമ്പോൾ പറഞ്ഞു, ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഈ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സുബഹിയിൽ എങ്ങനെ ഇരിക്കേണ്ടത്? സുബഹിയിൽ ഏതാ ഇരുത്തം? ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. സുബഹി പോലെ അല്ലെങ്കിൽ ഒറ്റ അത്തഹിയാത്ത് മാത്രമുള്ള നമസ്കാരം. ഈ വിത്ർ നമസ്കാരം റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ റക്അത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അത്തഹിയാത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇരുത്തം ഏതാ ഇരുത്തം? ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. തറാവിയ നമസ്കരിക്കുമ്പോൾ 11ാമത്തെ റക്അത്തിൽ ഇരുത്തം ഏതാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. കാരണം തറാവിയ നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരവും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഓരോ നമസ്കാരത്തിനും ഒരു അത്തഹിയാത്തേ ഉള്ളൂ. ആ അത്തഹിയാത്തിന്റെ ഇരുത്തം ഏതാണ്? അത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. മനസ്സിലാണല്ലോ? അപ്പോൾ തറാവിയിൽ അതാണ്. സുബഹിയിലെ സുന്നത്തിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഒന്നിന് കൂടുതൽ റക്അത്തുകൾ ഉണ്ടെങ്കിൽ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കാം. നമ്മൾ വരാം. പിന്നെ കൈകൾ വെക്കുന്നതാണ് അത്തഹിയാത്തിൽ. കൈകൾ വെക്കുന്ന രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഈ കൈ വിരലുകൾ എല്ലാം ഒരുമിച്ച് മടക്കി പിടിക്കാം. ചൂണ്ടുവിരൽ ചൂണ്ടലാണ് അവിടെ ചെയ്യേണ്ട വിഷയം. 2ാമത്തെ രൂപം നടുവിരൽ, കൈയിന്റെ ഈ തള്ളവിരൽ നടുവിരലിൽ മുട്ടിച്ചുകൊണ്ട് ഒരു വട്ടം റൗണ്ട് ഉണ്ടാക്കുക. അപ്പോഴും കൈ ചൂണ്ടിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് രണ്ടും അനുവദി. ഇത് 2 ഹദീസിൽ വന്ന വിഷയം കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൊത്തം ചേർത്ത് പിടിക്കുക. ഇത് 2ഉം ഹദീസിൽ വന്നതാണ്. 2 രൂപത്തിൽ നമുക്ക് ചെയ്യാം. മാറി മാറി ചെയ്യലാണ് നല്ലത്. 2 സുന്നത്തും കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കൈകൾ ചൂണ്ടണം. റസൂലുള്ളാഹി ഹദീസിൽ കാണാൻ പ്രവാചകൻ ഇടക്ക് നമസ്കാരത്തിൽ കൈകൾ അനക്കിയിരുന്നു. ഈ ചൂണ്ടുവിരൽ, കൈവിരൽ ചൂണ്ടുക എന്നുള്ളത് പിശാചിന് ഇരുമ്പ് തണ്ട് കൊണ്ട് അടി കിട്ടുന്നതിനേക്കാൾ പിശാചിന് ബേജാറുള്ള കാര്യമാണെന്ത്? നമ്മൾ നിസ്കാരത്തിൽ കൈ ചൂണ്ടല് നിസ്സാര വിഷയമല്ല. ഒന്നും നിസ്സാരല്ല നിസ്കാരത്തിൽ. അപ്പൊ കൈകൾ അനക്കിയിരുന്നു. അത് പ്രവാചകൻ ഹദീസിലുള്ളത്. ഈ അനക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന് ഇടയ്ക്കിടെ അനക്കിയിരുന്നു എന്നാണ്. അതിങ്ങനെ ഇതുമ്മേ കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിസ്കാരം തുടങ്ങി അത്തയ്യാ തുടങ്ങിയാൽ ഇങ്ങനെ നാട്ടിക്കൊണ്ടിരിക്കുക. അത് ശരിയായ രൂപമല്ല. അല്ലാഹു അഅലം. പ്രവാചകൻ ഇടയ്ക്കിടെ ഈ നമസ്കാരത്തിന്റെ രൂപം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. എപ്പോൾ അനക്കണം എന്നൊക്കെ ചർച്ച ഉണ്ട് പണ്ഡിത ലോകത്ത്. ഒരു ഇമാമ് പറഞ്ഞത് അല്ലാ എന്ന നാമം ഉച്ചരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? അനക്കേണ്ടത്. അത്തഹിയാത്തു അൽ മുബാറകാത്തു സലവാത്തു ലില്ലാ, അപ്പൊ അനക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ അനക്കുക. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറയുമ്പോൾ അനക്കുക. അപ്പൊ അല്ലാഹ് എന്ന് ഉച്ചരിക്കുമ്പോൾ അനക്കുന്ന ഒരു അഭിപ്രായം. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞവരുണ്ട്. വേറെ ചിലർ പറഞ്ഞു പ്രാർത്ഥനയുടെ വചനം വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗഫിർലി പ്രാർത്ഥന, മാ ഖദ്ദംതു പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധ ഉണ്ടാവും.
അർത്ഥം പഠിക്കണം, ഏകാഗ്രത കിട്ടും. അതല്ലാതെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ശരിയായ രൂപമല്ല. ഇടയ്ക്കിടെ അതൊന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇടക്കിടക്ക് അനക്കിയാൽ മതി. അനക്കുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് അനക്കുക. വല്ലാതെ അനക്കിയിട്ട് ചില ആളുകളുടെ അടുത്തുള്ള നിസ്കാരം കൂടി എന്ത് ചെയ്യും, ഇവന്റെ കൈമേലായിരിക്കും ഉണ്ടാകുക. ജമാഅത്ത് നിസ്കരിക്കുമ്പോഴേ ഇപ്പുറത്തുള്ള നിസ്കാരം ഓന്റെ കൈമേല ഉണ്ടാകുക. അപ്പൊ അത് ശരിയല്ല, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ ഈ ഉയർത്തേണ്ടത് എപ്പോഴാണ്? ചില ആളുകളൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്താറുണ്ട്. അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമസ്കരിക്കുമ്പോൾ അവൻ സുജൂദിന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത്, തശഹുദിൽ ഒഴികെ. അപ്പൊ തശഹുദ് തുടങ്ങുമ്പോൾ തന്നെ നോക്കേണ്ടത് എവിടെയാണ്? ചൂണ്ടുവിരലിലാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? കൈ ഒന്നിക്കണം, വിരൽ ഒന്നിക്കണം. ഇടയ്ക്ക് അതുവരെ സുജൂദിൽ നോക്കിയിട്ട് അശ്ഹദു അല്ലാ ഇല്ലല്ലാഹ് പറയുമ്പോൾ പൊക്കിയിട്ട് അതല്ല രീതി. തശഹുദിൽ നോക്കേണ്ടത് ചൂണ്ടുവിരലിലാണ്. അപ്പോൾ തശഹുദിൽ തുടക്കം മുതലേ കൈകൾ ഉയർത്തിയിരിക്കണം. പിന്നെ അത്തഹിയാത്താണ്. അത്തഹിയാത്ത് അറിയാലോ, അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ. അത്തഹിയാത്തു ലില്ലാഹി എന്ന് തുടങ്ങുന്ന രൂപത്തിലും എന്ത് ചെയ്യാറുണ്ട്? ആ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അത് നിസ്കാരത്തിന്റെ റുക്നിൽ പെട്ടതാണ്. തൊട്ടാ മതി. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഈ പ്രാർത്ഥന 8ലധികം രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നക ഹമീദും മജീദ് അവസാനത്തിൽ മാത്രം വന്നിട്ടുണ്ട്. ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദ് എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നിനെ പോലും എന്തിനാണെന്നറിയോ? സയ്യിദിനെ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ പണ്ട് പഠിച്ച അങ്ങനെ ഇരിക്കും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. ചില ആളുകൾ ഇബ്രാഹിമിലേക്ക് സയ്യിദ് കൊടുക്കും, ചില ആൾക്കാരെ ചെയ്യലില്ല. റസൂലിലേക്ക് മാത്രം സയ്യിദിനെ കൊടുക്കാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അതൊരു സയ്യിദിനെ പറഞ്ഞ എന്താ പ്രശ്നം എന്ന് ചില ആൾക്കാർ ആലോചിക്കുന്നവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്ന വിഷയം നമുക്ക് ആർക്കും തർക്കമില്ല. എന്താണ് സയ്യിദിന്റെ അർത്ഥം? നേതാവ്. റസൂൽ നേതാവാണ്. പക്ഷേ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്ർ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നമുക്ക് പഠിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല, അതിനൊരു ലഫ്ള് പോലും മാറാൻ പാടില്ല. അതുകൊണ്ട് നമസ്കാരത്തിൽ പ്രവാചകൻ ചൊല്ലാൻ പഠിപ്പിച്ച സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നാണ്. അവിടെ സയ്യിദിനെ പഠിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് സയ്യിദിനെ ചൊല്ലേണ്ടതില്ല. എന്നാൽ ഒരാള് ഇപ്പൊ പ്രസംഗം തുടങ്ങുകയാണ്, അപ്പൊ എനിക്കെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് മാത്രം പറയാം. ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിനെ പറയാൻ പാടില്ല. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, പ്രശ്നമല്ല. പക്ഷേ സ്വലാത്ത് ചൊല്ലുമ്പോൾ കൂലി കിട്ടുന്ന വിഷയമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്ത് നമുക്ക് തോന്നിയ പോലെ ഏതെങ്കിലും ലഫ്ള് കൂട്ടാനോ കുറക്കാനോ പാടില്ല. അപ്പൊ അതുകൊണ്ട് സയ്യിദിനെ ഇല്ലാതെയാണത്. ഇത് നമസ്കാരത്തിന്റെ അവസാനത്തെ തശഹുദിൽ റുക്നാണ്. ആദ്യത്തെ തശഹുദിൽ അഥവാ രണ്ടാമത്തെ റക്അത്തിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. സ്വലാത്ത് സുന്നത്താണ്. അത്തഹിയ്യാത്തു ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർക്കുണ്ടോ? എന്താ അത്തഹിയ്യാത്തുൽ വാജിബാണ്, റുക്കനല്ല. അഥവാ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ മറന്നുപോയാലും നിസ്കാരം ബാത്തിലാവില്ല, സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഒന്നാമത്തെ തശഹുദിൽ പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് സുന്നത്താണ്. അവസാനത്തെ തശഹുദിൽ പ്രവാചക സുന്നത്ത് വാജിബാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞതിന്റെ മിനിമം രൂപം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നാണ്. അത്രയെങ്കിലും ചൊല്ലൽ ആണ് സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അത്രമാത്രം ചൊല്ലാൻ വേണ്ടി ചോദിക്കില്ല ആൾക്കാർ. പകുതിയാക്കിയാലും കുഴപ്പമില്ല, അത്രമാത്രം ചൊല്ലിയാലും കുഴപ്പമില്ല. ഒന്നാമത്തെ തഹിയ്യാത്തിൽ തീരെ ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സുന്നത്ത് മാത്രമേ ഉള്ളൂ, വാജിബില്ല. അവസാനത്തെ തഹിയ്യാത്തിൽ അത് റുക്നാണ് എന്ന് മനസ്സിലാക്കുക. ശരി, അപ്പൊ അതാണ് സ്വലാത്ത്. പിന്നെ അടുത്ത റക്അത്താണ്. പിന്നെ അവസാനത്തെ റക്അത്തിൽ ഇരുത്തത്തിന്റെ രൂപമാണിത്, തവർറുക്കിന്റെ ഇരുത്തം. അഥവാ വലതുകാല് നാട്ടി വെച്ച് ഇടതുകാലത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് നിലത്തിരിക്കുക, അതാണ് തവർറുക്കിന്റെ ഇരുത്തം. തവർറുക്കിന്റെ ഇരുത്തം പ്രവാചകനിൽ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ വലത്തേക്കാല് കുത്തിവെച്ച് ഇടത്തേക്കാല് കയറ്റി വെച്ച് നിലത്തിരിക്കണം. രണ്ടാമത്തേത് 2 കാലും വലതുഭാഗത്തേക്ക് ഒരേപോലെ കിടത്തി വെച്ച് ഇരിക്കണം.
ഇത് അനുവദനീയമാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ പ്രവാചകന്റെ പ്രായമേറി, പ്രവാചകന് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴാണ് റസൂൽ എന്ത് ചെയ്തത്? ഇങ്ങനെ ഇരുന്നത്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കേണ്ട രൂപം ഏത് തന്നെയാണ്? ഈ രൂപമാണ്. എങ്ങനെങ്കിലൊക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ മാറേണ്ട വിഷയമാണ്. ചില ആളുകൾക്ക് കാല് കുത്താൻ തന്നെ കഴിയില്ല. കാല് എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുക, കാല് കുത്തിവെക്കുകയില്ല. ചില ആളുകൾ കാല് കുത്തിവെക്കുകയില്ല. അത് ശീലായിട്ടില്ല. എനിക്ക് ഭയങ്കര വേദനയാണ്, കാലിന് നീര് വരുന്നൊക്കെയാണ് പറയാ. അത് ശീലാകത്തോണ്ടാണ്. അത് ശീലിച്ചാൽ ഒരു പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഇസ്രാ മിഅ്റാജിലല്ലേ? എത്ര വയസ്സില? ഹിജ്റ പോകുന്നതിന്റെ 2 വർഷം മുമ്പാണ് ഇസ്രാ മിഅ്റാജ്. അപ്പോ 51ാമത്തെ വയസ്സിലാണ് റസൂൽ എന്ത് ചെയ്യുന്നത്? നിസ്കാരം നിർബന്ധമാകുന്നത്. ആ പ്രായത്തിൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഫ്തിറാഷും തവറൊക്കെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 30-40 വയസ്സുള്ള ആൾക്കാർക്ക് വരെ എന്തില്ല, ഈ ഇരുത്തിരിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. ആ ഇടങ്ങാറ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ അവസാനത്തെ തഹിയ്യാത്തിൽ പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യാം? ഏതും പ്രാർത്ഥിക്കാം. ധാരാളം. അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതേപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്നത്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ. ചാർജർ വന്നിട്ടില്ലല്ലോ. ചാർജർ ബാഗിലുണ്ടല്ലോ. എന്നിട്ട് എന്റെ പ്രശ്നമല്ല. അപ്പൊ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക തുടങ്ങിയ പ്രാർത്ഥനകൾ. ഇതല്ലാത്ത പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. നമസ്കാരത്തെ സലാം വീട്ട് മുമ്പ് നമുക്ക് എന്തും ആവശ്യമുള്ളത് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഇമാമൊക്കെ സുദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മളിങ്ങനെ മുണ്ടാണ്ടിക്കണ്ട, കുറേ പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇമാമായി നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഇമാമുകൾക്ക് മാത്രം വേറെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ചില ആളൊക്കെ കുടുങ്ങിയിട്ടൊക്കെ ഇമാമ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും. മുന്നും പിന്നും നോക്കാണ്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പ്രവാചകൻ ഇമാമ് നിൽക്കുന്നതോട് പ്രത്യേകം പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ ആരുണ്ട്? നിങ്ങൾക്ക് പിന്നിൽ ലഈഫുകളുണ്ട്, ദുർബലന്മാരുണ്ട്, പ്രായാധിക്യമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, വിവിധ ആവശ്യങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ പരിഗണിച്ച് എന്ത് ചെയ്യേണ്ടത്? ഇമാമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, സബ്ബീസ്മ റബ്ബിക പോലെ, അതേപോലെ വല്ലൈലി പോലെയുള്ള സൂറത്തുകൾ ഓതിയിട്ട് എന്ത് ചെയ്യണം? സലാം വീട്ടണം. ഇതെന്ന് വെച്ചാൽ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ്. ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ വേറൊരു പണിയില്ലാത്ത ആൾക്കാരാണ്. നമസ്കരിക്കാനായിട്ട് വരികയാണ്. അപ്പൊ അവർക്ക് ദീർഘമായി ഓതുന്നത് ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യാം? അത് ഓതാം, അനുവദനീയാണ്, പ്രശ്നമല്ല. നേരെ മറിച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ പള്ളി ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത ഇമാമൊക്കെ ചിലപ്പോൾ നീട്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിലേക്ക് നടക്കുന്ന നിസ്കാരമൊക്കെ പോയിട്ടുണ്ടാവും. കാരണം വണ്ടി കിട്ടൂല, ഇങ്ങനത്തെ ചിന്തയാണ് മനസ്സിലുണ്ടാകുക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ പിന്നെ യാത്രാവേളകളിലൊക്കെ ചിലപ്പോ ഇമാമ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? ഓനക്ക് കിട്ടിയ അവസരം കൊണ്ട് മുതലാക്കും, ഓനുണ്ട് ഓതും. അപ്പൊ ബാക്കത്തെ ആൾക്കാരെല്ലാം സമാധാനം പോയിട്ടുണ്ടാവും. ഉമർലാനു യാത്രാവേളയിൽ സുബഹി നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ അലംതറ കൈഫയും 2-ാം റക്അത്തിൽ ലീലാഫി ഖുറൈശും ഓതിയിട്ടുണ്ട് സുബഹിക്ക്, മഗ്‌രിബിനൊന്നല്ല. അത് യാത്ര ആവശ്യം. അങ്ങനെ ആവശ്യം പരിഗണിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമ നിൽക്കേണ്ടത്. ഇമാമ നിൽക്കുന്ന ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ സുജൂദിലും റുക്കൂയിലും 3 വട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ആവശ്യക്കാരനെ പരിഗണിക്കാനാണ്. സുന്നത്താണെങ്കിൽ എന്ത് ചെയ്യാം? എത്രയും ദീർഘിപ്പിക്കാം. സുജൂദും റുക്കൂവും പാരായണം ഒക്കെ ദീർഘിപ്പിക്കാം, അനുവദനീയമാണ്. ഇപ്പോ അത്തഹിയ്യാത്തൊക്കെ ഇമാമ നിൽക്കുന്നവര് ആവശ്യമായതൊക്കെ ചൊല്ലിയിട്ട് ചുരുക്കിയാണ് ചെയ്യേണ്ടത്. എന്നാൽ പിന്നിലുള്ള ആൾക്കാരൊക്കെ അവരവസ്ഥ അറിയുന്ന, ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പള്ളിയിലാണെങ്കിൽ കുറേ സമയമൊക്കെ നിസ്കരിച്ചാലും കുഴപ്പമുണ്ടാവില്ല. അത് സാഹചര്യം പരിഗണിച്ച് ചെയ്യേണ്ടതാണ്. ഏതായാലും ഇങ്ങനെ കുറേ പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാത്തതും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അവസാനത്തിൽ സലാം വീട്ടലോട് കൂടിയാണ് നമ്മുടെ നമസ്കാരം അവസാനിക്കുന്നത്. സലാം വീട്ടുന്നതിന് വിവിധ രൂപങ്ങളുണ്ട്. 2 ഭാഗത്തേക്കാണ്
രണ്ട് സലാമാണ് വീട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നതാണ് നമ്മൾ നിർബന്ധമായും പറയേണ്ട രൂപം. അത് 2 വട്ടം പറയലാണ് നിസ്കാരത്തിന്റെ റുക്കൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും പറയൽ അനുവദനീയാണ്. അതിന് മയ്യിത്ത് നിസ്കാരം മാത്രമാണ് നിർബന്ധമല്ല. നമ്മുടെ നാട്ടിലെ ഈ മയ്യിത്ത് നിസ്കാരത്തിന് മാത്രമാണ് എന്ത് ചെയ്യാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. പണ്ടൊരാള് നിസ്കാരിക്കല് സാധാരണ ഇശാ നിസ്കാരത്തിന് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ള മയ്യിത്ത് നിസ്കാരത്തിന് നിസ്കരിച്ചത് ഇശാല്ലേ. ഇവരൊക്കെ ആകെ പരിചയമുള്ളതാണ് മയ്യിത്ത് നിസ്കാരത്തിൽ. അങ്ങനൊന്നുമില്ല. ഒരു ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, മറ്റേ ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഒരു ഭാഗത്തേക്ക് അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, മറ്റേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെയൊക്കെ റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ട്. ഇതൊക്കെ അനുവദനീയാണ്. ഇങ്ങനെയേ ചൊല്ലാൻ പറ്റുള്ളൂ എന്നൊന്നും കണിച്ചതയില്ല. 2 വട്ടം ചൊല്ലൽ റുക്കനായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വട്ടം ചൊല്ലിയാലും അത് മതിയാകും എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഏതായാലും സലാം വീട്ടലോട് കൂടിയാണ് നമസ്കാരം തീരുന്നത്. അതിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കൽ സുന്നത്തിൽപ്പെട്ടതാണ്, നമസ്കാരത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. അത് ചെരിക്കുമ്പോൾ എങ്ങനെയെന്ന് ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. പിന്നിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ കവിള് വ്യക്തമായി കാണുന്ന അത്രയും എന്ത് ചെയ്യണം, തല ചിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പരമാവധി എത്ര കയ്യോ അത്ര പോണം. ഇടത്തോട്ടും അതേപോലെ തന്നെ പരമാവധി പോണം. ജസ്റ്റ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മാത്രമല്ല, പരമാവധി പോകണം. പിന്നെ ഇതെന്ത് ചെയ്ത് ഇതിനൊക്കെയാണ് ചില ആളുകൾ ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ഇങ്ങോട്ടാക്കി, പിന്നെ നേരെ വന്ന് ഒരു അടിക്ക് അടിച്ചിട്ട് പിന്നെയും അസ്സലാമു അലൈക്കും ഇങ്ങോട്ടാക്കി. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. കുരിശ് വരക്കുന്ന ടീമേ അങ്ങനെയാണല്ലോ. ഇങ്ങോട്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങോട്ട് കുരിശാണല്ലോ. അതിനൊന്നും ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നേരാക്കുക. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് 2 കൈണ്ട് നെറ്റി തടവിയിട്ടൊരു മുത്തം, മുഖം തടവിയിട്ടൊരു മുത്തം. ഇതൊക്കെ ചില പണ്ഡിതന്മാർ ബിദ്അത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയമാണത്. കാരണം നിസ്കാരത്തിന് ഒരു ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കണത്. അങ്ങനെയല്ല. തല തടവി മുത്തുന്ന ആൾക്കാർ സലാം വീട്ടലോടുകൂടി എന്തായി, നിസ്കാരം കഴിഞ്ഞു. പിന്നെ തടവലും മുത്തലൊന്നും നിസ്കാരത്തിന്റെ ഭാഗത്തിൽ പെട്ടതല്ല. അപ്പോ ഇങ്ങനല്ല. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് സലാം വീട്ടുമ്പോ കയ്യടിക്കണ പരിപാടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്തയ്യാത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും, 2 കൈ ഒരു അടി അടിക്കും, എന്നിട്ടാണ് സലാം വീട്ടുക. മൊത്തം എങ്ങനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ കൈ താത്തി വെക്കാം, അല്ലെങ്കിൽ കൈ ചൂണ്ടി പിടിച്ചാൽ സലാം വീട്ടാം, ഒരു പ്രശ്നമല്ല. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടന്നിട്ട് അടിക്കലൊക്കെ ഭയങ്കര സംഭവമാക്കാൻ ആൾക്കാർ, അതിനൊന്നും ആവശ്യമില്ല. ഇത് നോട്ടത്തിന്റെ ഇത് നേരത്തെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണില്ല. നമസ്കാരത്തിൽ സുജൂദല്ലാത്ത ബാക്കി എല്ലാ സന്ദർഭത്തിലും നോക്കേണ്ടത് എവിടെയാണ്, അത്തഹിയ്യാത്തല്ലാത്ത ബാക്കി എല്ലാ സന്ദർഭത്തിലും നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്. പുരുഷന്മാർ റുക്കുവിലെവിടെ നോക്കാന്നറിയോ, കാലിന്റെ നഖം മുറിക്കാനായി മനസ്സിലാകാൻ കുറച്ച് ആൾക്കാർക്ക് റുക്കു പോകുമ്പോഴാണ്. കാലിന്റെ നഖം മുറിക്കാനായി എന്നുള്ളത് മനസ്സിലാകല് റുക്കു പോകുമ്പോഴാണ്. എന്നിട്ട് മുറിക്കൂല, അത് വേറെ വിഷയം. അടുത്ത നിസ്കാരത്തിൽ പിന്നെയും കാണും. അപ്പൊ റുക്കുവിൽ നോക്കേണ്ടത് എവിടെയാണ്, സുജൂദിന്റെ സ്ഥാനത്താണ്, കാലുമ്മലല്ല. അത്തഹിയ്യാത്തിന് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ കൈ വിരലിലേക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് നമസ്കാരത്തിന്റെ രൂപം, ഇതാണ് ശരിയായ രൂപം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം ഇതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അതീവ ശ്രദ്ധയിലാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇത് അള്ളാഹിന്റെ മുമ്പിലുള്ള ഒരു ഏർപ്പാടാണ്. നമസ്കരിക്കുമ്പോൾ ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട്. മാലം യൽതഫിത്, അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കാത്തിടത്തോളം. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ പടച്ചും പോകും, പടച്ചതിന്റെ ആവശ്യമില്ല. തികഞ്ഞ ഏകാഗ്രതയിൽ നിർവഹിക്കേണ്ട പ്രവർത്തനമാണ്. ആ ഏകാഗ്രത കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ പ്രവർത്തനവും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആവുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൽ ഖുശൂ കിട്ടേണ്ട മാർഗങ്ങളും അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ മറ്റു കാര്യങ്ങൾ, യാത്രക്കാരുടെ നമസ്കാരവും ജംഉം ഖസ്റും ഒക്കെയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മാസത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ ഒരു സീരീസ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമസ്കാരത്തിന്റെ രൂപമാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അല്പം വേഗത്തിൽ പോയത്. ഈ ആഴ്ച ഇതൊക്കെ ആവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിന്റെ രൂപമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ നമസ്കാരം നമ്മൾ നന്നാക്കുന്നത് നമ്മുടെ പരലോകത്തേക്കുള്ള വിജയത്തിന്റെ കാരണമാണ്.
ആ നമസ്കാരം ഏറ്റവും നന്നായി ശരിയായ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തി വരുന്നത്. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് അതിൻ്റെതായ ചെലവുകളുടെ സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ ആരും വരുത്തി വെച്ച് പോകരുത്. നമ്മളുടെ നിസ്കാരം റെഡിയാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എൻ്റെ നമസ്കാരം ശരിയാകാൻ വേണ്ടി ഇവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെ നമസ്കാരത്തിൽ ഈ പറഞ്ഞ കാര്യത്തിനിടയിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് തിരുത്താൻ ഈ ഒരു ക്ലാസ് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് നടത്താൻ വേണ്ടി നമ്മളുടെ സാമ്പത്തിക സമാഹരണം, നമ്മളുടെ സാമ്പത്തികമായ ചെലവഴിക്കൽ അതൊക്കെ റബ്ബിന്റെ അടുത്ത് കൂലിയായിട്ട് നമുക്ക് രേഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഒരു സ്വന്തം ഒരു എന്താ പറയാ നിർബന്ധ ബുദ്ധിയായി കണ്ടുകൊണ്ട് ഇനിയും നമുക്ക് പ്രോഗ്രാമുകൾ ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങൾ നടത്തേണ്ടതുണ്ട്. പരിപാടി നടത്താൻ കമ്മിറ്റിക്കാർക്ക് താല്പര്യം ഉണ്ടാകുക ബാധ്യത ഇല്ലാതിരിക്കുമ്പോഴാണ്. ബാധ്യത വന്നാൽ പിന്നെ ക്ലാസ് നിൽക്കും, പിന്നെ ചോദിക്കും എന്താ ക്ലാസ് നടക്കാത്തത്. അപ്പൊ അത് സംഗതി ഇതേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചില ആളുകളൊക്കെ പ്രോഗ്രാം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് അങ്ങനെ കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും നമ്മുടെ ഒരു സാമ്പത്തികമായ ചെലവിടലൊക്കെ അർഹമായ പ്രതിഫലം പടച്ചറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം അതിന് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിന്റെ രൂപവുമാണ് നമ്മൾ സൂചിപ്പിച്ചത് എന്ന പ്രവൃത്തിയായി മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് സഹോദരി സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറുകളെ വിശാലത കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മനസ്സിനേറെ നൊമ്പരപ്പെടുത്തുന്ന ഇവേറെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹപ്രവർത്തകനായ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ സ്റ്റുഡൻസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പിതാവ്, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വിശാലത കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരുള്ള ഫൈസൽ സാഹിബ് പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്കിൽ മരണപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം ഇന്നലെ NV സാലിംകയുടെ മകൻ NV സുഹൈൽക അദ്ദേഹം യാത്ര ചെയ്യവേ അദ്ദേഹത്തിന്റെ യാത്രയിൽ കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുട്ടിയും മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരലോക വിശാലത കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലത കൊടുക്കുമാറാകട്ടെ, അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ആ അപകടത്തിൽപ്പെട്ട ചില ആളുകൾ അല്പം അപകടാവസ്ഥയിലാണ്, എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ നല്ല അവസ്ഥ, വലിയ പ്രയാസമില്ലാത്ത രീതിയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അവർക്കും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെല്ലാം അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.